തിരുവാണിക്കാണല്ലേ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭഗവതിയുടെ അപാര കാരുണ്യം കൊണ്ട് ഈ സത്രവേദിയിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ, ആ ഭഗവാന്റെ കഥകൾ പറയാൻ നമുക്ക് സാധിക്കുന്നത് ഈശ്വരാനുഗ്രഹം എന്ന് തന്നെ പറയണം. പൂർവ്വജന്മത്തിൽ സുഹൃതം ചെയ്തിട്ടുണ്ടാകാം അല്ലേ? പൂർവ്വജന്മത്തിൽ സുഹൃതം ചെയ്തവർക്ക് മാത്രമേ കിട്ടൂ. ഏതായാലും എനിക്കിപ്പോൾ തന്നിരിക്കുന്നത് ചതുർത്ഥ സ്കന്ധത്തിലെ രുദ്രഗീതവും പുരഞ്ജനോപാഖ്യാനവുമാണ്. പുരഞ്ജനോപാഖ്യാനം എനിക്ക് പറ്റുന്ന തരത്തിലൊക്കെ ഫലിപ്പിച്ച് പറയാം. രുദ്രഗീതം അതുമാണ് പറയേണ്ടത്. ചതുർത്ഥ സ്കന്ധം എന്ന് പറഞ്ഞാൽ 4 പുരുഷാർത്ഥങ്ങളെ വ്യക്തമാക്കുന്നതായ കഥകളാണ് അതിലുള്ളത്. 4 പ്രകരണങ്ങളാണ്. ആദ്യത്തേത് ദക്ഷയാഗം ഇന്നലെ സ്മരിച്ചു. ഇപ്പോൾ തന്നെ ധ്രുവചരിതവും പൃഥുചരിതവും സ്മരിച്ചു. ഇനിയുള്ള പുരഞ്ജനോപാഖ്യാനമാണ് എനിക്കുള്ളത്. ചതുർത്ഥ സ്കന്ധത്തിലെ ലക്ഷണമാണെങ്കിലോ ഭാഗവത ലക്ഷണം എന്താണ്? വിസർഗമാണ്. ഒരു സ്ത്രീയെ, ഒരു ചെറിയ കുട്ടിയെ, ഒരു യുവാവിനെ, ഒരു വൃദ്ധനെ, ഇവരെയൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഗതകൽമഷ സതി എന്ത് ചെയ്തു? ഭഗവാനെ ഭക്തുശ്ചരണാംബുജാസവം, ഭഗവാന്റെ ചരണാംബുജത്തെ തന്നെ മനസ്സിൽ ധരിച്ചുകൊണ്ട് യോഗധാരണം കൊണ്ട് തന്നെ ശരീരം വഴിയും. അങ്ങനെ ഭഗവത്പാദം പോയി. അപ്പോൾ ഒരു സ്ത്രീക്ക് വിചാരിച്ചാൽ സതിയായി എന്നാണ് ഇന്നലെ പറഞ്ഞത് അല്ലേ? ആ സതിക്ക് സതിയാകാൻ കഴിഞ്ഞു വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്കൊക്കെ സാധിക്കില്ലേ? ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി എന്ന് മാഹാത്മ്യം നിറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ എളുപ്പമുള്ള കാര്യമല്ലേ? ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര. ആ ഭഗവാന്റെ പാതാരവിന്ദം സ്മരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതിനു വേണ്ടിയിട്ട് മലമറിക്കൊന്നും എന്തെങ്കിലും ആർക്കും മനസ്സുണ്ടായാൽ മതി, നാവും ഉണ്ടായാൽ മതി. പറഞ്ഞില്ലെങ്കിൽ മനസ്സിൽ സ്മരിക്കാലോ. ആ ഭഗവത്പാദത്തെയാണ് സ്മരിക്കേണ്ടത്. ധ്രുവൻ, ആ ധ്രുവചരിത്രത്തിൽ പറഞ്ഞപ്പോൾ ചെറിയ കുട്ടിയാണല്ലോ, ഈ കുട്ടി എന്ത് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നാരദൻ എന്നുള്ള നല്ലൊരു ഗുരുവിനെ കിട്ടിയപ്പോൾ, ആ ഭഗവത്പാദത്തിലേക്കുള്ള വഴി തിരിഞ്ഞപ്പോൾ, നല്ലൊരു അമ്മയെ കിട്ടിയപ്പോൾ, ആ അമ്മയ്ക്കാണ് പ്രാധാന്യം. ആ അമ്മ വഴി തിരിച്ചു വിട്ടു കുട്ടിയെ. അങ്ങനെ ആ ചെറിയ ബാലൻ വെറും 5 മാസത്തെ തപസ്സുകൊണ്ട് ഭഗവാനെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി എന്ത് ചെയ്യണമെന്നറിയാതിരുന്നപ്പോൾ ഭഗവാൻ സ്പർശദീക്ഷ കൊടുത്ത് യോന്തപ്രവിശ്യ മമവാചമിമാം പ്രസുപ്താന്നുള്ള ശ്ലോകമൊക്കെ ചൊല്ലിപ്പിച്ചു. 5 വയസ്സായ കുട്ടിക്ക് ഇത് പറ്റുമെങ്കിൽ നമ്മുടെ കുട്ടികളെയൊക്കെ നല്ല വഴിക്ക് നമുക്ക് തിരിച്ചുകൂടെ? ഇന്നത്തെ കാലത്ത് കുട്ടികളെ സന്മാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അതിനെന്നോ മുമ്പുള്ള നമ്മുടെ ഋഷീശ്വരന്മാർ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അതിനുവേണ്ടി കുറേ ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. ഋഷികടം തീർക്കാനായിട്ട് നമ്മളതൊക്കെ പാരായണം ചെയ്യണം. നമുക്കറിഞ്ഞത് നമ്മൾ പകുതി പേരും വയസ്സായവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പണ്ട് നമ്മുടെ അമ്മമാര് കുട്ടിക്കാലത്ത് ഈ കഥകളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ആത്മരുചി പ്രചാരജ എന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഭഗവാനോടൊരു രുചി. ഭഗവാനാരാ? പരമാത്മാവാണ്, ഭഗവാനാണ്. നമ്മൾ പല പേരും വിളിക്കുക. ആ ഭഗവാനിലേക്ക് എത്താനുള്ളൊരു വഴി ചെറിയ കുട്ടിക്ക് സാധിക്കുമെങ്കിൽ നമുക്കൊക്കെ സാധിക്കില്ലേ? ഇതുവരെ ചെയ്തില്ലല്ലോ എന്നാണ് സങ്കടമെങ്കിൽ ആ മൃത്യോ മരണം വരെ സമയമുണ്ട് അല്ലേ? നൈനം മന്യേത ദുർലഭം. ഇത് കിട്ടില്ല എന്ന് ആരും വിചാരിക്കേണ്ട. ശ്രിയം അന്വിച്ചേക്കുന്നതാണ്. ശ്രേയം എന്താണ്? ശ്രേയസ് എന്താണ്? ശ്രേയസ്സാണ് നമുക്ക് കിട്ടേണ്ടത്. ശ്രേയസ് എന്ന് 2 ഭാഗമാണ്. അതിൽ പ്രേയസ് ഇപ്പം നമുക്കൊക്കെ ഉണ്ട്. സുഖഭോഗങ്ങൾ, വീട്ടിലുള്ള സൗകര്യങ്ങൾ, കാണികൾ പറയാം. അവർക്ക് എന്താ ഒരു കുഴപ്പമാണ്? അവരെല്ലാം കൊണ്ട് നല്ലതല്ലേ എന്നാണ്. ആ പ്രേയസ് പോരാ, ശ്രേയോമാർഗം നമ്മൾ അന്വേഷിക്കണം. ശ്രേയോമാർഗം അന്വേഷിക്കാൻ സമയം പോയി എന്ന് ആരും ഖേദിക്കേണ്ട. അടുത്ത നിമിഷം ശേഷായുഷ തോഷയേ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കും. ബാക്കിയുള്ള വയസ്സുകൊണ്ട് നമുക്ക് ഭഗവാനെ പ്രഭയ്ക്ക് എത്ര നിമിഷം നമുക്കുണ്ടെന്ന് അറിഞ്ഞുകൂടല്ലോ. ആ ഉള്ള സമയം ഭഗവത് സ്മരണയിൽ മുഴുകുകയാണ് വേണ്ടത്. അങ്ങനെ യുവാവായ പൃഥുചക്രവർത്തിയെ നമ്മുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് എങ്ങനെ സമർത്ഥനായി രാജ്യം ഭരിച്ച എല്ലാവർക്കും താൻ സഹായകരനായി തീരും എന്ന് കാണിപ്പിച്ചു തോന്നും.
എന്തിനാ നമ്മൾ പരോപകാരായ സദാം വിഭൂതയ. സജ്ജനങ്ങൾ പരോപകാരത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. യുവത്വകാലത്തിലെ നമ്മളുടെ രക്തവും മാംസവും നമ്മളുടെ ശക്തിയൊക്കെ പരോപകാരത്തിന് വിനിയോഗിച്ചു നോക്കൂ. യശസ്ശരീരേണ ജീവതീന. യശസ്സാകുന്ന ശരീരത്തിൽ നമ്മളെന്നും ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മരണമില്ല. മരണമില്ലാത്ത സ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? എന്നും എല്ലാവരും ഓർക്കുക എന്നാണ്. നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് എന്താ കിട്ടാൻ പോകണമെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവർക്കും ആകെ കർമ്മശേഷം വരാനുള്ള വഴി പറഞ്ഞുതരാം. ഏതായാലും നമുക്കൊക്കെ ഭഗവാനെ പ്രാപിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ള ഭഗവാനെ യുവാവായിട്ടുള്ള ഇന്നത്തെ യുവാക്കളൊക്കെ ആലോചിച്ചോളൂ, ഞങ്ങൾക്കും സാധിക്കും എന്ന് പൃഥുചക്രവർത്തി നമുക്ക് കാണിച്ചു തന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ജരയാഗ്രസ്ത അല്ലേ, ശ്വാസകപാരുദ്ധ അങ്ങനെ ആയിപ്പോയി പുരഞ്ജനൻ. പക്ഷെ ആ പുരഞ്ജനെയും ഉപദേശിക്കാൻ അവിടെ ഒരു ഗുരു എത്തി. എപ്പോഴാണ് പറയുന്നത്? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരുന്ന. നമുക്കറിയാം, പരീക്ഷിച്ച് 7 ദിവസം കൊണ്ട് മരണം തക്ഷകനാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തത്ര ആഭവത് ഭഗവാൻ വ്യാസപുത്രോ. ആരും വിളിച്ചിട്ടല്ല, ലെറ്റർ ഇട്ടിട്ടില്ല, വാട്സപ്പ് മെസ്സേജ് ഇട്ടിട്ടില്ല, നേരെ അവിടെ എത്തിയില്ലേ? അവിടെയാണ് ഭഗവത് കാരുണ്യം. ആ കാരുണ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അതിനാണ് ഈ സത്സംഗ വേദികളും സജ്ജനങ്ങൾ. ഏത് നിമിഷത്തിലാണ് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ സ്മരിക്കാൻ എങ്ങനെ അറിയാം? ആ ഭഗവാന്റെ പാതാരവിന്ദത്തെ സ്മരിക്കാൻ നമുക്ക് സാധിച്ചാൽ പെട്ടെന്ന് തന്നെ ഹൃദയത്തിൽ ആ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. ഇതാണ് ചതുർത്ഥ സ്കന്ധത്തിലെ 4 പ്രതിപാദ്യം. അതിൽ 3 പറഞ്ഞു. പുരഞ്ജനോവാക്യം എനിക്ക് പറയണം. അതിൽ വേറൊരു കാര്യം പറഞ്ഞാൽ വിദുര മൈത്രേയ സംവാദമായിട്ടാണ് അത്. ചതുർത്ഥ സ്കന്ധം കഴിയുന്നതോടുകൂടി വിദുര മൈത്രേയ സംവാദം അവസാനിക്കുകയാണ്. ഈ വിദുര മൈത്രേയ സംവാദത്തിൽ 6 പ്രകരണങ്ങളാണ്. 3-ാമത്തെ സ്കന്ധത്തിലെ വരാഹാവതാരത്തിൽ കൂടെ കർമ്മയോഗത്തെ പറഞ്ഞു. എന്താ? യജ്ഞവരാഹമൂർത്തിയാണല്ലോ. അപ്പോൾ യാഗകർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രകരണം വളരെ വിസ്തരിച്ച് പറഞ്ഞു. കപിലോപാഖ്യം. ആ കപില മഹർഷി അദ്ദേഹം എന്ത് ചെയ്തു? ഭക്തിയെയും യോഗത്തെയും സാഖ്യത്തെയും, ഇത് 3 എന്താ? ഉപാസനയ്ക്കുള്ള മാർഗങ്ങൾ. ഭക്തിയാണ് ഏറ്റവും എളുപ്പം. ഭക്തി, യോഗം, സാഖ്യം, ഈ വഴിയിലെ ഉപാസന വകഭേദങ്ങൾ നമുക്ക് നിരത്തി വെച്ച് തന്നു. അങ്ങനെ 2 പ്രകരണങ്ങൾ 3യ സ്കന്ധത്തിൽ കഴിഞ്ഞു. പിന്നെയുള്ളതിൽ ദക്ഷചരിത്രമാണ്. ദക്ഷചരിത്രത്തിന് ദക്ഷൻ എല്ലാം കൊണ്ടും സമർത്ഥനായിരുന്നില്ലേ? ബ്രഹ്മദേവന്റെ പുത്രനായിരുന്നില്ലേ? പക്ഷെ ഭേദബുദ്ധി വെച്ചിട്ടുള്ള ഭേദബുദ്ധിയാണ് നമുക്ക് ഇല്ലാണ്ടിരിക്കേണ്ടത്. കാണുന്നതെല്ലാം നാരായണ പ്രതിമ. അത് തോന്നാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം നമ്മളൊക്കെ ജീവിക്കുന്ന രീതിയിൽ അയം നിജപ്പരോവേദി ഗണന, ഇതെൻ്റെ ആളാ, ഇത് വേറെയാ എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അത് പാടില്ല. വസുധൈവ കുടുംബകം, ഈ ലോകം മുഴുവൻ എൻ്റെ തറവാടാണെന്നൊന്ന് ആലോചിച്ച് നോക്കും. അതിൻ്റെ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് അനുഭവിച്ചറിയാനേ സാധിക്കും. പണ്ടത്തെ കുടുംബങ്ങളിൽ എന്തായിരുന്നു ഒരു സന്തോഷം. ഇന്നത്തെ കുടുംബങ്ങളിൽ ആർക്കുണ്ടോ സന്തോഷം? വേണ്ട പണമുണ്ട്. പണം കൊണ്ട് മാത്രം കാര്യമില്ല. നാരദൻ പറഞ്ഞു കൊടുക്കുക, എന്നാ കർമ്മണ, പ്രവൃത്തി കൊണ്ട് കാര്യമില്ല. എന്നാൽ തപസ് കൊണ്ട് കാര്യമില്ല. എന്നാ പ്രജ കൊണ്ട് കാര്യമില്ല. അമൃതത്വം അശ്നുതേം. അമൃതത്വം കിട്ടാനായിട്ട് പ്രവൃത്തി കാര്യമില്ല, തപസ് കാര്യമില്ല, മക്കളുണ്ടായിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് നമുക്ക് വേണ്ടത്? ആ കഥയിലേക്കാണ് നമുക്ക് കടക്കേണ്ടത്. അങ്ങനെ ദക്ഷചരിതം ഭേദബുദ്ധിയെയും കർമ്മഠത്വം, പ്രവൃത്തിയിൽ താനാണ് കേമൻ എന്നുള്ള ഒരു തോന്നലും കൊണ്ട് മനസ്സിന്, ബുദ്ധിക്ക് മാലിന്യം സംഭവിച്ചു. ആ മാലിന്യം തീർത്തപ്പോഴാണ് ദക്ഷന് ഭഗവാനെ സ്തുതിക്കാൻ സാധിച്ചത്. അതുപോലെ ധ്രുവചരിതത്തിൽ ഉത്താനപാദൻ്റെ കഥ പറഞ്ഞപ്പോൾ ഉത്താനപാദന് 2 പത്നിമാരല്ലേ? ഒന്ന് സുനീതി, ഒന്ന് സുരുചി. സുനീതി വിദ്യയുടെ ജ്ഞാനത്തിൻ്റെ സ്വരൂപം, സുരുചിയാണെങ്കിലോ അവിദ്യയുടെ സ്വരൂപം. അതുകൊണ്ട് അവർക്ക് എന്താ ഉണ്ടായത്? വിവേകിയായ ധ്രുവനെ കിട്ടി സുനീതിക്ക്, അവിവേകിയായ ഉത്തമനെ കിട്ടി. ഉത്തമനാണ് തമസിൽ കിടന്ന് പടയുന്നവൻ. അങ്ങനെയുള്ള ഒരാളെ കിട്ടി. ഞാൻ പറഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ പരാപകാരം കൊണ്ട് ഒരാൾ ഉയർന്നാൽ ആ നാടിന് മുഴുവൻ നല്ലതാണ്. നമ്മളൊക്കെ വിചാരിക്കുന്ന നമ്മളൊരാൾ വിചാരിച്ചാൽ എന്താ സാധിക്കും അല്ലേ? ഫുട്ബോൾ കളി നടക്കുകയാണെന്ന് വിചാരിച്ചോളാം. ഇവിടെ അപ്പ എന്ന് പറഞ്ഞു നോക്കൂ. അവരുടെ കാലിനൊരു വേഗത വരുന്നത്
പോലാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, ആ ഗാലറിയിൽ ഇരുന്നിട്ട് അപ്പം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഇന്ന് ലക്ഷ്മണമാമ പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിക്കുമ്പോൾ ഇവിടെയുള്ള ചുവരുകളിലും ഓരോ മണൽ തരികളിൽ പോലും അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാകും. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. അത് ചെയ്തവനായിരുന്നു അതിസമർത്ഥനായ പൃഥു മഹാരാജാവ്. ഇതൊന്നും ചെയ്യാതെ വെറും കർമ്മം മാത്രം തൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച പുരഞ്ജനനോ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും കഴിച്ചു അല്ലേ. അപ്പം ഇവരെയൊക്കെ നമുക്ക് നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ് ഈ ചതുർത്ഥ സ്കന്ധത്തിലെ പ്രതിപാദ്യം. ഇപ്പം പറയണം, ധ്രുവന്റെ പുത്രൻ, ധ്രുവന്റെ വംശം വർണ്ണിച്ചപ്പോൾ അതിൽ അങ്കൻ എന്ന് സമർത്ഥനായൊരു രാജാവുണ്ടായിരുന്നു. അങ്കന് ദുഷ്ടനായ വേനനാണ് പുത്രനായി ജനിച്ചത്. വേനൻ യജ്ഞവിരോധിയായിരുന്നു. ആരെങ്കിലും യാഗമൊക്കെ നടത്തുമ്പോൾ നശിപ്പിക്കുക, എല്ലാവരും എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഞാനാണ് സർവ്വദേവമയ, എല്ലാ ദൈവത്തിൻ്റെ സ്വരൂപം ഞാനാണെന്നൊക്കെ പറഞ്ഞു നടന്നു. അതിന് മറുമരുന്നായിട്ടുണ്ടായ അതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കൈകൾ മതിച്ചുകൊണ്ടായ ആ പൃഥുചക്രവർത്തിയും അർച്ചിസും. ആ പൃഥുചക്രവർത്തി സമർത്ഥനായിരുന്നു. എല്ലാ സാമർഥ്യം ഉണ്ടായിരുന്നത് സർവ പ്രജകളെയും തൻ്റെ വശത്താക്കിക്കൊണ്ട് ഭൂമി ഒളിപ്പിച്ചു വച്ചിരുന്നതായ സർവസമ്പത്തുകളെയും കറന്നെടുത്ത് നല്ലൊരു രാജാവ് എന്ന പേരിൽ പ്രസിദ്ധനായി. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു വിജിതാശ്വൻ. യാഗം നടത്തിയ സമയത്ത് എപ്പോഴും ഇന്ദ്രന് കടക്കോപ്പുകളുണ്ട്. ഇല്ലെങ്കിൽ ഇന്ദ്രൻ തന്നെ ഇറങ്ങി വരും, സഹിക്കില്ല. യാഗകുതിരയെ പിടിച്ചു കൊണ്ടുപോയി അത്രി മഹർഷി കാണിച്ചു കൊടുത്തു, ദാ കൊണ്ടുപോകണം നോക്കുകയാണ്. പക്ഷേ ഇന്ദ്രനെ വധിക്കാതെ കുതിരയെ മാത്രം തിരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വിജിതാശ്വൻ എന്ന് പേരുണ്ടായി. ഇച്ഛാമാത്രത്തിൽ മറഞ്ഞു നിൽക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്തർധാനൻ എന്നൊരു പേരുമുണ്ടായി. ഈ അന്തർധാനൻ പുത്രൻ, അവരുടെ ഭാര്യമാരോടൊന്നും പേര് പറയുന്നില്ല, നമുക്ക് അവിടെ പ്രാധാന്യമില്ല. ഹവിർധാനൻ എന്നൊരു പുത്രനുണ്ടായി. ഹവിർധാനൻ കണ്ടു നികുതി പിരിക്കുക, ശിക്ഷിക്കുക, ഇതൊക്കെ ദാരുണമാണ് എന്ന് തോന്നി. മനസ്സതിൽ നിന്നും രാജാനോ രക്തത നമ്മൾ വായിക്കാൻ പോകുന്നു പഞ്ചമത്തിൽ നരകം വരുമ്പോൾ രാജാക്കന്മാരും അവരൊക്കെ ശിക്ഷിക്കേണ്ടത് അതിന് കടന്നാൽ നരകത്തിൽ കൊണ്ടിരുന്ന. അപ്പോൾ ഇത് വിചാരിച്ചു തനിക്ക് തോന്നും വേണ്ട എന്ന് തോന്നിയപ്പോൾ യജ്ഞകർമാദികളൊക്കെ ചെയ്യും. യജ്ഞകർമ്മങ്ങൾ ചെയ്താൽ നല്ലതല്ല എന്നാണ് പറയാൻ പോണത്. പക്ഷെ ഇവിടെ പറയുകയാണ് യജ്ഞകർമ്മങ്ങൾ ചെയ്തപ്പോൾ ആ ഹവിർദാനൻ്റെ മനസ്സങ്ങട് ശുദ്ധമായി. ചിത്തശുദ്ധി വന്നതോടുകൂടി സമാധിയിലൂടെ ആ ഭഗവത്പദം പോകാൻ കഴിഞ്ഞു. അങ്ങനെ അന്തർധാനൻ്റെ പുത്രനായ ഹവിർദാനൻ അങ്ങനെ ചെയ്തു. പക്ഷേ ഹവിർദാനൻ ആദ്യ വിവാഹം ചെയ്തു, അവരുടെ മക്കൾ ഉത്തരേതസിലായി പോയി എന്നാണ്. പിന്നീട് 6 പുത്രന്മാരുണ്ടായി. അതിലൊരാളായിരുന്നു ബർഹിഷതൻ. ആ ബർഹിഷതനുണ്ടല്ലോ എപ്പോഴും തന്നെ കർമ്മഠൻ എന്ന് പറയില്ലേ, കർമ്മത്തിൽ വളരെ താല്പര്യം, വേദം കരച്ചു കുടിച്ച ആളാണ്. അതുകൊണ്ട് വേദത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മവിധികളൊക്കെ അറിയാം. യജ്ഞവിധികൾ നന്നായിട്ട് അറിയുന്നതായ അദ്ദേഹം അതിലങ്ങോട്ട് ഒട്ടിപ്പിടിച്ചു. ഒന്നും അധികമാവരുതല്ലോ. പക്ഷേ ഈ ബർഹിഷതൻ എന്ത് ചെയ്തു? ഏതോ ഒരാവശ്യത്തിന് വേണ്ടി യാഗം നടന്നു. ആവശ്യമൊട്ട് മുഴുവനായിട്ട് തൃപ്തിയായിട്ട് നടന്നില്ല. എന്തിനാ ചെയ്യുന്നത് നമ്മൾ ജോലിയിൽ? നമ്മളെന്തിനാ സുഖായ കർമാണി കരോതി ലോകേ എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ വേണ്ട, ദുഃഖഹാനിക്ക് സുഖാവാപ്തി. ദുഃഖം പോകണം, സുഖമായിട്ടിരിക്കണം, അതിനല്ലേ നമ്മളൊക്കെ സമ്പാദിക്കുന്നത്. പക്ഷെ ആരോടെങ്കിലും ചോദിച്ചു, നമ്മളോട് ഇറങ്ങിയെങ്കിലും ചോദിച്ചാൽ സൗഖ്യം, ഇങ്ങനെ പോണു എന്നേ പറയൂ. പരമസൗഖ്യമായിട്ടൊന്ന് ആരെങ്കിലും പറയുമോ? എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിൽ ശാന്തിയില്ല. ഇത് തന്നെയാണ് ബർഹിഷതനും സംഭവിച്ചത്. അദ്ദേഹം യാഗങ്ങളൊക്കെ ചെയ്തു. യജ്ഞത്തിന് വേണ്ടി ഒരു യാഗം നടത്തുക, അവഭൃത സ്നാനം ചെയ്യുക, തിരിച്ചു വരിക, അടുത്ത യാഗം തുടങ്ങുക. ഓരോ ആഗ്രഹങ്ങളാണ്. എന്നാൽ ആഗ്രഹമൊട്ട് സാധിച്ചുവോ? കുറച്ച് സാധിക്കും, ബാക്കിയുള്ളത് സാധിച്ചിട്ടില്ല. ഇനിയും നേടണം. ഈ ശ്രമത്തിലായിട്ട് ഭൂമി മുഴുവൻ അദ്ദേഹം ദർഭപുല്ല് വിരിച്ചു. ദർഭപുല്ലിൻ്റെ നുനി, എന്താ പറയുക, തുമ്പ്, അത് കിഴക്ക് ഭാഗത്തേക്ക് നീക്കിക്കൊണ്ട് അദ്ദേഹം ദർഭ വിരിച്ചു. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ പ്രാചീന ബർഹിസ് എന്ന പേരിലാണ് വിളിച്ചത്. ഈ കർമ്മങ്ങൾ ആത്മസംതൃപ്തി കിട്ടി. സത്കർമ്മ ചെയ്തത് കേട്ടോ. സത്കർമ്മം ചെയ്തിട്ട് തന്നെ
ആത്മസംതൃപ്തി കിട്ടിയില്ല. നമ്മൾ എത്ര ദുഷ്കർമ്മങ്ങൾ ഒരു ദിവസം കഴിച്ചു കൊടുക്കുന്നു. ഒന്നുമില്ലെങ്കിൽ മനസ്സാ വാചാ കർമ്മണം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന് നമ്മളെ കുറ്റം പറയണ്ടല്ലോ. ഭഗവാൻ ദ്വന്ദ്വമായിട്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നമ്മൾ അല്ലേ ഗുണദോഷമയ വിശ്വകീന്ന് കരതാം. ബ്രഹ്മദേവൻ ഈ ലോകത്തെ സൃഷ്ടിച്ചത് ഗുണവും ദോഷവും നിറഞ്ഞതാണ്. ഗുണത്തിനെ സ്വീകരിച്ച് ദോഷത്തെ കളയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരാൾ ഉദിക്കണം. ആരാ? വിവേക മാധവൻ. വിവേകമാകുന്ന മാധവൻ ഉദിച്ചാലേ നല്ലതിനെ സ്വീകരിച്ച് ഇല്ലാത്തതിനെ കളയാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് അതറിയില്ല. അതുകൊണ്ട് എല്ലാവരും പെട്ടുഴല്ല. അപ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്താലുള്ള ഫലം എന്താണ്? കർമ്മം കൊണ്ടാണ് ഒരു ജീവൻ ബദ്ധനാകുന്നത് അല്ലെങ്കിൽ അജ്ഞനാകുന്നത്. കർമ്മബന്ധം പുനരപി ജനനം പുനരപി മരണം എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിക്കും അല്ലേ? ജന്മമെടുക്കുന്നതിൻ്റെ കൃഷ്ണ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ജന്മമെടുത്തതു കർമ്മം മൂലം. നമ്മൾ ചെയ്തതാണ്. നല്ലതല്ലേ? നല്ലതായാലും വരണം, പുണ്യമായാലും പാപമായാലും അല്ലേ? ഈ ശരീരമാണ് വയൽ. അതിൽ മനസ്സാ ഭയോ കിസാൻ എന്ന് പറഞ്ഞു. മനസ്സാണ് അതിൻ്റെ കൃഷിക്കാരൻ. എന്നിട്ട് എന്ത് ചെയ്യണോ? പാപപുണ്യതോ ബീജഹേ. പാപം പുണ്യം എന്ന് രണ്ട് വിത്തുകളാ. ഏതാ നമ്മൾ നടന്നത് അതിൻ്റെ ഫലമല്ലേ നമുക്ക് കിട്ടുള്ളൂ. പാപം നട്ടവന് പാപഫലം, പുണ്യം ചെയ്തവർക്ക് പുണ്യഫലം. അങ്ങനെ മറിച്ചും തിരിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ വാസ്തവത്തിൽ കാമം ക്രോധമൊക്കെ രജോ ഗുണമാണ്. രജോ ഗുണം കൊണ്ടാണ് നമുക്ക് ആശ തോന്നുന്നതും അത് ലഭിക്കാതെ കിട്ടുമ്പോൾ ക്രോധം വരുന്നത്. സത്വഗുണം ഉദിച്ചു കഴിഞ്ഞാൽ ഈ കാമക്രോധത്തിന് ഒരു ഇതുമില്ല. പക്ഷേ ചിലരെന്ത് ചെയ്യുന്നു? ആ പരമതത്വം അറിയാതെ കർമ്മങ്ങളുള്ള സ്വാത്മത കൊണ്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലൊട്ടിപ്പിടിച്ച് ആ കർമ്മത്തിൽ നിന്ന് അങ്ങോട്ട് മാറാനേ പറ്റില്ല എന്നുള്ളതായിരുന്നു. നിർഭാഗ്യവശാൽ ഞാനീ പറഞ്ഞ പരീക്ഷത് അങ്ങനെയുള്ള ഒരാളായിരുന്നു. കർമ്മഫലം ചെയ്യാനാണ് അദ്ദേഹം ജനിച്ചത് തന്നെ എന്ന് തോന്നും. അതുകൊണ്ടാണ് പറഞ്ഞത് കർമ്മഠഹ ഋതുധർമ്മ കർമ്മഠഹ എന്ന് നാരായണമണ്ഡലത്തിൽ പറഞ്ഞത്. അങ്ങനെ ഇരുന്നു. ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് രുദ്രഗീതം പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികൾ എപ്പോഴും എല്ലാവരെയും സഹായിക്കലാണ് അവരുടെ ലക്ഷ്യം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. അങ്ങനെ ബ്രഹ്മജ്ഞാനികളുടെ വസന്തകാലത്തിനോ പ്രത്യേകത ഉണ്ടല്ലേ? പോകുന്നിടമൊക്കെ സുഗന്ധമാക്കിക്കൊണ്ട് പോകും. അതുപോലെ സജ്ജനങ്ങൾ തങ്ങൾ നടന്നു വരുന്ന വഴിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കേണ്ടത് ഇപ്പം പറഞ്ഞില്ലേ, അധർമ്മം ചെയ്യുന്നതിനേക്കാളും തെറ്റ് അധർമ്മം കണ്ട് മിണ്ടാതിരിക്കലാണെന്ന്. അതുപോലെ ഈ അവർക്ക് ഇങ്ങനെയുള്ള കഷ്ടം കണ്ടിട്ട് അതിനെ ഉദ്ധരിക്കാതെ വിട്ട് പോകുന്നത് വലിയ തെറ്റാണ്. ഇവിടെ എന്ത് ചെയ്തു? ഭക്തശിരോമണി സജ്ജനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നാരദൻ. നാരദൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നാരം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. നാരം തരുന്നവനാണ് നാരദൻ. നമ്മളൊക്കെ ഏഷണിക്കാരെന്ന് വെച്ചേക്കണം. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും ജ്ഞാനം പുകട്ടുക. എല്ലാവർക്കും ഭഗവാന്റെ ആ കാലനേമി പുറപ്പെട്ടു വന്ന കാലനേമിയല്ല യവനൻ പുറപ്പെട്ടു വന്നപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ സ്വരൂപം എന്താന്ന് പറഞ്ഞു കൊടുത്താണ്. അങ്ങനെയെങ്കിലും മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കട്ടെ എന്ന്. എന്നിട്ട് സുഹൃതം ചെയ്യാത്തത് കൊണ്ട് മുച്ചുകുന്ദനാൽ വധിക്കപ്പെട്ടു. ഭഗവാൻ മോക്ഷത്തിന് വേണ്ടി അവതരിച്ച ഭഗവാൻ രണ്ടു പേർക്ക് മാത്രമേ മോക്ഷം കൊടുക്കാണ്ടിരുന്നുള്ളൂ. ഒന്ന് ജരാസന്ധനും ഒന്നായി അവനും. അതവർ ഭാഗ്യം ചെയ്യാതെ പോയില്ലേ? അല്ലാതെ കൃഷ്ണാവതാര കാലഘട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവോ, ശത്രുഭാവത്തിലായാലും മിത്രഭാവത്തിലായാലും പ്രേമത്തിലായാലും അവരെയൊക്കെ വൈകുണ്ഠപഥത്തിലേക്ക് നയിച്ച ആ പരമകാരുണികനായ ആ ഭഗവാൻ നമുക്ക് കൂടെയുണ്ട് എന്നെപ്പോഴും മനസ്സിൽ വിചാരിക്കുക. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ പ്രാചീന വർഗീസിനെ രക്ഷപ്പെടുത്തണം എന്ന് മനസ്സിൽ കരുതി അദ്ദേഹം വന്നു. പക്ഷേ പ്രാചീന വർഗീസ് കർമ്മഠനാണല്ലോ, കർമ്മത്തിനാണ് പ്രാധാന്യം. അവിടെ ജ്ഞാനത്തിനോ ജ്ഞാനിയോ ആദരിക്കാൻ അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം മൈൻഡേ ചെയ്തില്ല. നാരദൻ തിരിച്ചുപോയി, കാലമായിട്ടില്ല അവർക്ക് എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഈ യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന പ്രാചീന വർഗീസ് സമുദ്രത്തിൻ്റെ പുത്രിയായ ശതദ്രുതിയെ കല്യാണം കഴിച്ചു. ശതദ്രുതിയിൽ നല്ല ഗൃഹസ്ഥ ജീവിതം, 10 പുത്രന്മാരുണ്ടായി. അവരെ പ്രചേതസ്സുകൾ എന്നാണ് വിളിച്ചത്. ഒരേ തുല്യനാമം, തുല്യരൂപ, തുല്യശീല.
അങ്ങനെയുള്ളവരെ കിട്ടാൻ പാടല്ലേ. അതുകൊണ്ട് പ്രജേതസിൻ്റെ കഥകൾ വായിച്ചാൽ സഹോദരന്മാർ വളരെ അടുക്കുമത്രേ. അത്രയും നല്ല പുത്രന്മാരായിരുന്നു. അപ്പോൾ രാജാവിന് സന്തോഷമായി. നല്ലൊരു പത്നി, പതിവ്രതയായ പത്നിയുണ്ട്. ഖജാനാവാണെങ്കിൽ നിറഞ്ഞു കവിയുന്നു. അനുസരണയുള്ളതായ അനുചരന്മാർ ധാരാളം. ഇനി എന്ത് വേണം ഒരു ഗൃഹസ്ഥ ജീവിതത്തിൽ? എല്ലാം കൊണ്ട് ഞാൻ വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. പക്ഷേ എന്തു ചെയ്തിട്ടും ദുഃഖത്തിനോട്ട് പറയണമില്ല, സുഖമൊട്ട് കിട്ടണമില്ല. സുഖം എന്ന് പറഞ്ഞാൽ എന്താ? തൃപ്തി, ശാന്തി, അതുമാത്രം രാജാവിനില്ല. രാജാവ് യൗവനയുക്തരായ മക്കളെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വഴി വരണ്ട. ഭാഗവതം എന്താ പറയുന്നത്? ഭാഗവതത്തിന് എന്താണ്? ഭക്തിജ്ഞാന വിരാഗായ, അല്ലേ? ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാക്കാൻ വേണ്ടി കാരുണ്യേന പ്രകാശിതം എന്നാണ് പറഞ്ഞു. കാരുണ്യം കൊണ്ട് എഴുതി തന്നതാണ്. അപ്പോൾ ഭഗവാനെ പൂജിക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തപസ്സനുഷ്ഠിച്ച് മനഃശുദ്ധിയോടുകൂടി തിരിച്ചു വരൂ, ഈ കർമ്മത്തിലേക്ക് നിങ്ങൾ വരണ്ട എന്ന് ബർഹിഷത, അതായത് പ്രാചീന ബർഹിസ് പറഞ്ഞു. അച്ഛൻ്റെ അഗ്നിയെ ശിരസാവഹിച്ചതായ അവർ നേരെ അങ്ങോട്ട് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് പോയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ ഒരു തടാകം കണ്ടു. ആ തടാകം കണ്ടു. അവിടെ ഇവരെ അനുഗ്രഹിക്കണം എന്ന് തന്നെ മനസ്സിൽ കരുതിക്കൊണ്ട് എന്തായാലും ശരി ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജഗദ്ഗുരുവായ, ജഗത് പിതാവായ ദക്ഷിണാമൂർത്തി തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദക്ഷിണാമൂർത്തി പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ വേദിഷ്ഠത്തിൻ്റെ പുത്രന്മാരാണെന്ന് എനിക്കറിയാം, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നും എനിക്കറിയാം, നിങ്ങളൊക്കെ ഭഗവാനിൽ, എനിക്ക് പ്രിയനായ ഭഗവാനിൽ എന്നാണ് പറഞ്ഞു. അതായത് വൈഷ്ണവാനാഹം ശംഭുഹു എന്നാണ്. വിഷ്ണുഭക്തന്മാരിൽ ഭഗവാനാണ് ഏറ്റവും, പരമശിവനാണ് പ്രധാനി. അങ്ങനെയുള്ള പരമശിവൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഭഗവാനെ ആദരിക്കുന്നവരാണ്. ആരെ? നാരായണനെ. അതുകൊണ്ട് അനുഗ്രഹായ ഭദ്രം വാ ഏവം മേ ദർശനം കൃതം. നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ദർശനം തന്നിരിക്കുന്നത്. ഇതിലും വലിയൊരു ഭാഗ്യം വേണോ? ആ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വർണ്ണാശ്രമധർമ്മവിധി അനുസരിച്ച് ശതായു പുരുഷനാണ്, ഒരു പുരുഷൻ 100 വയസ്സെന്നാണ്. 100 വയസ്സ് നിങ്ങൾ വർണ്ണാശ്രമവിധി അനുസരിച്ച് ജീവിതം കഴിച്ചാലും ബ്രഹ്മപദം തന്നെ പറ്റും. അതും കഴിഞ്ഞ് വേണമെങ്കിൽ കൈലാസത്തിൽ ശിവപദം പോകാം. എന്നാൽ ആ ഭഗവാനെ സ്മരിച്ചാൽ, ആരെ? വിഷ്ണുവിനെ സ്മരിച്ചാൽ വൈകുണ്ഠപദത്തിലേക്ക് പോകാം. അത് പുനരാവൃത്തി ഇല്ലാത്തൊരു പദമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്ദേശം എനിക്ക് നന്നായി. ഭാഗവതന്മാരായ നിങ്ങളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന ശ്ലോകം വായിക്കണില്ല കേട്ടോ, നേരം ഉണ്ടാവില്ല. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എന്താണ്? നാരായണനാണ്. നാരായണനല്ലാത്തതായിട്ട് ഇതൊന്നുമില്ല. നാരായണൻ എന്ന് പറഞ്ഞാൽ സർവചരാചരങ്ങൾക്കും ആശ്രയമായ ഭഗവാൻ. ആ ഭഗവാനല്ലാതെ ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് രാഗാദി ദ്വേഷങ്ങളിൽ നിന്ന് മുക്തമാകാൻ ഞാനീ പറഞ്ഞു തരുന്ന ശ്ലോകമുണ്ടല്ലോ, അത് പാരായണം ചെയ്യുക. രാഗാദികളിൽ നിന്ന് മുക്തമായാലേ മനസ്സ് ശുദ്ധമാകും. ലോകരൂപമായ അവിടെ നമ പങ്കജനാഭായ ശ്ലോകം പറഞ്ഞു തുടങ്ങിയാൽ കുറേ നേരം. അതുകൊണ്ട് നമ പങ്കജനാഭായ, താമരയെ തൻ്റെ നാഭിയിൽ വെച്ചിരുന്നു. ആ താമര ഏതാണ്? 14 ലോകത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെയുള്ള താമരയെ തൻ്റെ നാഭിയിൽ ധരിച്ച ഭഗവാൻ മാത്രാണോ? ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെയും പറഞ്ഞു. പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും എല്ലാം ആ ഭഗവാൻ തന്നെയാണ്. തന്മാത്രകളും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ എന്നാൽ ഇതിലൊക്കെ ഉണ്ടല്ലോ, നമ്മളെ പോലെ എല്ലാ വിക്ഷേപങ്ങളൊക്കെ ഉണ്ടോ ഭഗവാൻ വെച്ച വിക്ഷേപങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട്, അല്ലെ? നിർവികാരം, കൂട്ടസ്ഥനാണ്. നിർവികാരനായിട്ട് സ്വയം പ്രകാശിക്കുന്ന ആ ഭഗവാനെ നമസ്കരിക്കുക. നമസ്കരിക്കാൻ നമഹാനാണ് ഇവിടെ പറഞ്ഞു കൊടുക്കലല്ലേ. അവ്യക്തനാണ്, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളാണ്. അനന്തനാണ്, അറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമോ? ലോകസംഹർത്താവാണ്. എന്നാലോ അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാതാവായ സംഘർഷണമൂർത്തിയും അദ്ദേഹം തന്നെയാണ്.
ബുദ്ധിക്ക് അധിഷ്ഠാന ദേവതയായ ആ പ്രദ്യുമ്നനും മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതയായ അനിരുദ്ധനും മനഃപ്രകാശകനും ശോഭ പ്രകടിപ്പിക്കുന്ന ആദിത്യനാരായണനും ചാതുർഹോത്രം സാധ്യമാക്കുന്ന വാഗധിഷ്ഠാന ദേവതയായ ആ അഗ്നിയും പിതൃദേവതകൾക്ക് അന്നം കൊടുക്കുന്ന അമൃത കിരണം ചൊരിയുന്ന ആ ചന്ദ്രനും അതുപോലെ ഷഡ്രസ സ്വരൂപനായ ജലവും വ്യഷ്ടി സമഷ്ടി രൂപനായ ഭൂമിയും 3 ലോകങ്ങളിലുള്ള ജീവരാശിയുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും ഇതിനൊക്കെ കരുത്തു നൽകി അവയെ പ്രേരിപ്പിയോ അന്തപ്രവിശ്യമവാചമിമാം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള കണ്ണിന് കണ്ണായി, കാതിന് കാതായി, നാവിന് നാവായി എങ്ങനെ പ്രവർത്തിക്കുന്നവനും അകത്തും പുറത്തും വ്യാപിച്ചു നിൽക്കുന്നതാണ് സ്പേസ്, ആകാശം. അങ്ങനെ അന്തഹ പുരുഷരൂപേണ ബഹിഹി കാലരൂപേണ അല്ലേ. നമ്മുടെ ഉള്ളിലെ കപിലോപദേശത്തിൽ പറയാനാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ എന്താണ് ശരിക്കും ഈശ്വര രൂപത്തിൽ വർദ്ധിക്കുന്നു, പുറത്തോ കാലചക്ര രൂപത്തിൽ നമ്മളെ അഴിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആകാശ സ്വരൂപനാണ്. വൈകുണ്ഠാദി ലോകങ്ങൾ വിളക്കി തരുന്നവനുമാണ്. ജനന മരണാദികൾക്ക് കാരണം എന്താണ്? പ്രവൃത്തി നിരതരായതുകൊണ്ടാണ്. നമ്മൾ കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ജനിച്ചും മരിച്ചും കഴിയുന്നത്. അതിൻ്റെ കാരണവും ഈ ഭഗവാൻ തന്നെയാണ്. അതുപോലെ വൈകുണ്ഠപ്രാപ്തി രൂപനായ നിവൃത്തി സ്വരൂപനും, ഇപ്പം പ്രവൃത്തി സ്വരൂപനും ഭഗവാനാണ്, നിവൃത്തി സ്വരൂപനും ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ഇങ്ങനെ ഭഗവാന് വേറൊന്നുണ്ട്, ആനന്ദരൂപമാണ് അല്ലേ. നമ്മൾ ആനന്ദരൂപം എന്നല്ലേ പറയുന്നത് ഭഗവാനെ. അങ്ങനെ യോഗാചാര്യനാണ്, അഹങ്കാര സ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, ക്രിയാരൂപനാണ്. ചുരുക്കത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വിളങ്ങുന്ന ആ ഭഗവാനെ ഭക്തന്മാർക്ക് കാക്ഷിക്കുന്ന തരത്തിൽ രൂപം കാട്ടിത്തരണം എന്നാണ് പറയുന്നത്. പലതരത്തിലും ധ്യാനയോഗമായ രൂപത്തിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരിക വ്യാസഭഗവാൻ. ഇവിടെ എന്ത് പറയുന്നു? മേഘശ്യാമള സ്വരൂപനായി, സർവസുന്ദരനായി, ചതുർഭുജങ്ങളോടുകൂടി, സുസ്മേരവദനായി അല്ലേ, താമരക്കണ്ണനായി, മനോഹരമായ പിരികങ്ങളും ഉയർന്ന നാസിക, അതിഭംഗിയുള്ളതായ അരിപ്പല്ലുകൾ. ഇനി എന്താ പറയണത്? മകരകുണ്ടലങ്ങൾ കാതിൽ ശോഭിക്കുക, കണ്ണാടി പോലെ ആ കുണ്ടലങ്ങൾ പ്രതിബിംബിക്കുന്ന കവിൾത്തടത്തോട് കൂടിയവൻ. കിരീടം, കടകം, വലയം, ഹാരം, മേഖല ഇതൊക്കെ ധരിച്ചിരിക്കുന്ന പോരാ, അനപായിനിയായ ലക്ഷ്മീദേവിയെയും ശ്രീവത്സത്തെയും ധരിക്കുന്ന മാറിടത്തോട് കൂടിയവൻ. കൗസ്തുഭം എന്നു പേരായ കണ്ഠാഭരണം ധരിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ സ്വരൂപം. ഏതദ്രൂപമനുധ്യേയം ആത്മശുദ്ധിമഭീപ്സ്യതാം. നിങ്ങൾക്ക് ആത്മശുദ്ധി വേണോ? ഈ രൂപത്തെ ധ്യാനിച്ചു കൊള്ളുന്നു. അതിന് വല്ല പാടുണ്ടോ? നമ്മൾ ഭഗവാനെ മനസ്സിലിങ്ങനെ കണ്ട് ഭഗവാന്റെ രൂപത്തിലുള്ള ആ സാങ്കോപാംഗമായിട്ടുള്ള ആഭരണാദികളോട് കൂടിയ ആ രൂപത്തെ ധരിക്കുക. യത് ഭക്തിയോഗോ അഭയദഃ സ്വധർമ്മമനുതിഷ്ഠതം. സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് അഭയതമായി അഭയത്തെ കൊടുക്കുന്ന, ഭയമില്ലാത്തൊരു സ്ഥിതിയെ കൊടുക്കുന്ന ഭഗവാന്റെ ഭക്തിയോഗമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഭഗവാന്റെ ആ രൂപത്തെ അങ്ങനെ വർണ്ണിച്ചു കൊടുത്തു. അപ്പോൾ പറയണം എന്താണ്? ഭഗവാൻ ഭക്തിമത ലഭ്യ. അത് ഓർമ്മ വെച്ചോളാൻ പറഞ്ഞു എല്ലാവരോടും. ഭക്തിയുള്ളവനെ ഭഗവാന്റെ കയ്യിൽ കിട്ടും അല്ലേ. ഈ ലോകത്തിലെ ഏറ്റവും വലുത് എന്താണെന്ന് ചോദിച്ചു. എല്ലാവരും പറയണ്ടല്ലോ കരയേക്കാളും കൂടുതൽ ജലമാണെന്ന്. ആ ജലത്തെ പോലും ഭഗവാൻ കുടിച്ചു അല്ലേ. അപ്പം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ ഏതാ വലുത് എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു ഭക്തൻ തന്നെയാണ് വലുത്. കാരണം ഭക്തിയാകുന്ന ചരട് കൊണ്ട് ഈ ലോകസ്വരൂപനായി എന്നെ എടുത്ത് ഹൃദയത്തിൽ കെട്ടിവെച്ചിട്ടില്ലേ, ഭക്തി വിഭവം തന്നെയാണ് വലുതെന്ന്. അപ്പം ഭക്തിമതാ ലഭ്യ, ഭക്തിയുള്ളവർക്ക് കിട്ടും. അങ്ങനെയുള്ളതായ എന്താണ്? എത്ര നിർവിഷ്ടം അരണം. നമ്മൾ ശരണം എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് പോയാൽ മതി. അങ്ങനെ ആയപ്പോൾ കൃതാന്ത അപമന്യതേ. യമൻ വന്ന് നമ്മൾ കഴിയില്ല. യമൻ്റെ വരവേ നമ്മൾ കാണും. വിനാശം അഭിപശ്യതീനാണ്. ആ യമനെ നമുക്ക് കാണേണ്ടി വരില്ല. പിന്നെ ഇതെങ്ങനെ സാധ്യമാകും? ഇതുപോലൊരു സജ്ജന സംഘം കൊണ്ടേ സാധ്യമാകും.
ഇവിടെ പറഞ്ഞ ഭക്ത സംസർഗമാണ് മോക്ഷത്തേക്കാൾ ശ്രേഷ്ഠം. ഇവിടെ പറയുന്നത് ക്ഷണാർദ്ധേന വിതുലയേ ന സ്വർഗം ന പുനർഭവം ഭഗവത് സംഗി സംഗസ്യ മർത്യാനാം കിമുദാശിഷഃ. ഭഗവാന്റെ ഭക്തന്റെ ദാസനായാൽ മതി. നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. ഭഗവാനേക്കാൾ മഹത്വമുള്ളവർ ഭഗവത് ഭക്തന്മാരെ തന്നെയാണ്. ആ സംസർഗത്തിന് തുല്യമായിട്ട് എന്താ തരാൻ പറ്റുക? മോക്ഷം തരട്ടെ, ആ ഭഗവത് സംസർഗം ഒന്ന് വിടൂ, പറ്റില്ല എന്ന് പറയത്രേ. കാരണം ഭഗവത് സംസർഗത്തെക്കാളും ശ്രേഷ്ഠമല്ല മോക്ഷം പോലും. അപ്പം അതുകൊണ്ട് പറയണം, ആരാണോ അതിനെ എന്താണ് നല്ലത്? ഭാഗവതം കേൾക്കുക, ഭഗവാനെ സ്മരിക്കുക. അങ്ങനെ ആകുമ്പോൾ മനസ്സവിടെ അടങ്ങും. മനസ്സ് അടങ്ങാതെ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നതാണ്. ആ പാഞ്ഞു നടക്കുന്ന മനസ്സിനെ കെട്ടിയിടാൻ ഭഗവത് ചിന്ത, ഭഗവത് കഥകൾ നമുക്ക് സാധ്യമാകും എന്ന് പറയണം. നയസ്യ ചിത്തം ബഹിരർത്ഥ വിഭ്രമം തമോ ഗുഹായാം ന വിശുദ്ധിമാവിശതി. പുറത്തുള്ളതായ സുഖഭോഗങ്ങളിൽ നമ്മുടെ മനസ്സങ്ങളിൽ ലയിച്ചു പോയാൽ നമ്മളൊരു ഇരുട്ടറയിൽ പെട്ട പോലെയാ. അവിടെ ശുദ്ധിയുമില്ല, വെളിച്ചവുമില്ല, ജ്ഞാനവുമില്ല. യത് ഭക്തിയോഗ, എവിടെയാണോ ഭക്തിയോഗം അനുഗ്രഹീതമായി തീരുന്നത്, മുനിർ വിചഷ്ടേ, അവിടെ ഭഗവാനെ നേരിട്ട് കാണുന്ന. അപ്പോൾ ഭക്തി ഉണ്ടാക്കാൻ നല്ല പാടുണ്ട്. ഭക്തി പരിശീലനത്താണ് മെരുക്കിയെടുക്കണം നമ്മളുടെ മനസ്സിനെ. അപ്പോൾ പുറമേയുള്ള ബാഹ്യവസ്തുക്കളിൽ നിന്നും നമ്മുടെ മനസ്സ് തന്നെ പിന്നാക്കം പോകും. അങ്ങനെ ശ്രേയസാമിഹ സർവേഷാം ജ്ഞാനം നിശ്രേയസം പരം. ഏറ്റവും വലിയ ശ്രേയസ് എന്താണെന്ന് വെച്ചു? ജ്ഞാനമാണ്. ജ്ഞാനം എങ്ങനെയുണ്ടാവുക? ഭക്തി കൊണ്ട് ജ്ഞാനമുണ്ടാകും. ജ്ഞാനം മോക്ഷത്തിനുള്ള കവാടമാണ്. സുഖം തരതി ദുഷ്പാരം ജ്ഞാനനൗഹു വ്യസനാർണവം. ഭംഗിയായിട്ട് ഭാഗവതകാരൻ നമുക്ക് പറഞ്ഞു തന്നു. ജ്ഞാനമാകുന്ന തോണി കയറിക്കോളോ, ഈ സംസാര സാഗരത്തെ കടക്കാൻ എളുപ്പമാണ്. ജ്ഞാനമുണ്ടാകാൻ പാടല്ലേ? ഒരുപാടില്ല. ഭക്തി ഉണ്ടായാൽ മതി. ഭക്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജ്ഞാനമുണ്ടാകും. അപ്പോൾ നമുക്ക് വേഗം പോകാം. അപ്പോൾ മനനശീലനാണ് ഭഗവാന്റെ ഗതിയെ കാണുക എന്ന് പറഞ്ഞു. വസിഷ്ഠ മഹർഷി ശ്രീരാമനോട് ഉപദേശിക്കുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കിയതൊക്കെ ത്രേതായുഗത്തിൽ. ഈ ദ്വാപരയുഗത്തിലും വ്യാസഭഗവാൻ അപ്പോൾ ഈ പ്രതിപാദിക്കുകയാണ് എന്തിന്? വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. ശിവദമായ വസ്തു നമ്മൾ അറിയണം. ഭഗവത്ഗീതയിലും ഭഗവാൻ പറഞ്ഞു ഭക്ത്യാമാം അഭിജാനാതി യാവാന്യശ്ചാസ്മി തത്വരഃ. പരമാത്മ തത്വം അറിയണമെങ്കിൽ അതെന്താണ്? ജ്ഞാനം. പരമാർത്ഥ തത്വം അറിഞ്ഞുകൊണ്ടുള്ള ഭക്തി ഉണ്ടല്ലോ. പരമാർത്ഥ തത്വം അറിഞ്ഞാൽ ജ്ഞാനം. ഭഗവത് ഭക്തി ജ്ഞാനത്തിനുള്ള ചവിട്ടുപടിയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സാക്ഷാത്കാരവും സിദ്ധിയും കിട്ടും. ഇതൊക്കെ പറഞ്ഞ് എല്ലാ ശ്രേയസ്സുകളെക്കാളും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു കൊടുത്തു. പ്രജേതസ്സുകൾ ഭഗവാനെ അങ്ങനെ നമസ്കരിച്ച് നേരെ ചെന്നു തപസ്സനുഷ്ഠിക്കാൻ. ധ്രുവനെ പോലെ അവർക്ക് 5 മാസത്തിലൊന്നും ഭഗവാനെ പറ്റിയില്ല. അയുധവത്സരം 10,000 വത്സരങ്ങൾ തപസ് ചെയ്തു. അങ്ങനെ അവർ തപസ്സിന് പോയ സമയം നാരദ മഹർഷിക്ക് ഇരിക്കെ പൊറുതിയില്ല. ഈ പുരഞ്ജനനല്ല, ഈ പ്രാചീന ബർഹീസിനെ ഒന്ന് കരകയറ്റണ്ടേ, പാവം ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉപദേശിക്കാൻ ഉദ്ദേശിച്ചിട്ട് അന്ന് അവിടെ വന്നപ്പോൾ എന്തോ എഴുന്നേറ്റ് സൽക്കരിച്ചു. കുറച്ച് പാവം മാറിയിരുന്നു. സൽക്കരിച്ചപ്പോൾ ചോദിച്ചു, സൗഖ്യല്ലേ? എന്ത് സുഖം എന്നാണ് പറഞ്ഞത്. ഒരു സുഖവുമില്ല. നമുക്കും നമ്മളും ഇങ്ങനെ തന്നെയാണ് പറയാറ് കേട്ടോ. അങ്ങ് സുഖത്തിന് വേണ്ടിയിട്ടല്ലേ ഇത്ര നേരം ഈ യാഗമൊക്കെ ചെയ്തത്, എന്നിട്ട് കിട്ടിയില്ലേ സുഖം? നാരദൻ ചോദിക്കും. അപ്പോൾ പറഞ്ഞു, കിട്ടിയില്ലെന്നേ, ഞാൻ സുഖത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത്. നാളെ കളയേ, ഇനിയെങ്കിലും ആ യാഗകർമ്മങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാം, വേറെ വല്ല വഴിയുണ്ടോ ഞാൻ നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രാചീന ബർഹീസിൻ്റെ ഒരു സന്തോഷം. തനിക്കൊരു വേറൊരു വഴി പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കർമ്മയോഗത്തിൽ പെട്ട്, കർമ്മയോഗവും കൂടി ആയിരുന്നില്ല, കർമ്മഠനായി തീർന്ന് വിവേകമൊക്കെ നശിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ ഉഴലുകയാണ്. എനിക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്,
രാജ്യമുണ്ട്. ഈ ചിന്തകളിൽ കുടുങ്ങി കുടുങ്ങി ശ്രീജിതോ ബാലലാളി എന്ന് പറഞ്ഞു നമ്മുടെ കപിലവാസുദേവൻ. അങ്ങനെ അവർക്ക് അധീനനായി ഞാൻ ജീവിച്ചു. ഉയർന്ന ലക്ഷ്യത്തെക്കുറിച്ച് ഒരു ഗൃഹസ്ഥന് ചിന്തിക്കാൻ എവിടെയാണ് നേരം? അങ്ങ് ശ്രേയോമാർഗം ഒന്ന് ഉപദേശം തരുമോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ സുഖാവാപ്തി ദുഃഖഹാനിയാണ് ഉദ്ദേശം. വിചാരത്തിൽ ലക്ഷ്യം എത്താൻ പറ്റിയില്ലല്ലോ എന്നാണ് ഭഗവാൻ നാരദൻ എന്ത് ചെയ്തു? തൻ്റെ യോഗബലം കൊണ്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. സിനിമ പറഞ്ഞു നോക്ക് നോക്ക് നോക്ക്. നോക്കിയപ്പോഴെന്താ മോളിൽ ദ്രംഷ്ടകളും വെച്ചുകൊണ്ട് ക്രൂര നഖങ്ങളൊക്കെ വെച്ചുകൊണ്ട് കുറേ ജന്തുക്കൾ. അപ്പം പറയണേ ഇതൊക്കെ അങ്ങ് യാഗത്തിലേ യാഗം ചെയ്തപ്പോൾ ബലിയർപ്പിച്ച മൃഗങ്ങളാ. അങ്ങ് പ്രാരബ്ധം കഴിഞ്ഞ് ഈ ശരീരം ഇവിടുന്ന് വീണ് പോകുമ്പോൾ അങ്ങേ കുത്തി കീറാണ്, കുത്തി വലിക്കാം, കാത്തിരിക്കാതെന്ന് പറഞ്ഞു. ഇതും കൂടി കേട്ടപ്പോൾ പ്രാചീന പറഞ്ഞ് സാഗ പരിഭ്രമിച്ചു. ഇനി ഇതിന് എന്താ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. അതിന് ഞാനൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഒരു കഥ പറയാം എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പുരഞ്ജനോപാഖ്യാനമാണ് ആ കഥ. ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് എന്ന് പറഞ്ഞില്ല, മാനസായനോ ഹംസോ. മാനസ സരോവരത്തിലിരിക്കുന്ന 2 ഹംസങ്ങൾ. അതിലൊന്ന് പരമാത്മാവായ ഹംസത്തെ വിട്ട് അവിജ്ഞാത സഖാന, പേരൂരൊന്നും ഇല്ലാത്ത ആള്, കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത അവ്യക്തൻ, അചിന്യൻ, അനന്തൻ, അങ്ങനെയുള്ള ആ ഭഗവാനെ വിട്ടിട്ട് ജീവനായി മാറി. വേറെ അന്വേഷിച്ചു വന്നപ്പോഴേ അങ്ങനെ ഒരു രാജാവായി. രാജാവ് എന്നുള്ള ജീവനെടുത്തു. നല്ല പട്ടണം ഏതാണെന്ന് അന്വേഷിച്ച് നടക്കുക. എത്രയോ പട്ടണങ്ങളെ കണ്ടു. 2 കോട്ടവാതിലുള്ളത്, 1 കോട്ടവാതിലുള്ളത്, 4 കോട്ടവാതിലുള്ളത്, 6 കോട്ടവാതിലുള്ളത്. ഇങ്ങനെ നോക്കി അതിലൊക്കെ കയറി വന്നു. ഒന്നും ശരിപ്പെട്ടില്ല. അപ്പോഴാണ് ദക്ഷിണ പാഞ്ചാലത്തിൽ, അതായത് ഹിമാലയത്തിൻ്റെ, ദക്ഷിണ പാഞ്ചാലല്ല, ഹിമാലയത്തിൻ്റെ തെക്ക് വശത്ത് ഒരു 9 കവാടങ്ങളുള്ളൊരു പട്ടണം കണ്ടു. ആ പട്ടണം കണ്ടപ്പോൾ ഇച്ഛ പിടിച്ചു. ആയി, ഇത് നല്ല ഗോപുരദ്വാരങ്ങളോട് കൂടിയതാണല്ലോ, ഇതിനെ നമുക്ക് സ്വീകരിക്കാമല്ലേ എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അഴകൊക്കെ നോക്കി. നല്ല നല്ല ജനലുകളുണ്ട്, ഉദ്യാനങ്ങളുണ്ട്, പൂന്തോട്ടങ്ങളുണ്ട്, സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണോ ഹർമ്മ്യങ്ങളുണ്ട്. ഇത്രയും നല്ലൊരു പട്ടണം, കണ്ണഞ്ചിപ്പിക്കുന്ന പട്ടണം. അത് കണ്ടപ്പോൾ രാജാവിന് വലിയ സന്തോഷം. രാജാവ് പതുക്കെ എത്തിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു സ്ത്രീ. ആ സ്ത്രീയെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു സർപ്പം. അപ്പോൾ ചോദിച്ചു, കാത്വം, നീ ആരാ? കസ്യാസി, നീ ആരുടെ ഭാര്യയല്ല, ആരുടെ പുത്രിയാ, പറയൂ എന്ന് പറഞ്ഞ സമയം ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല, കൂടെയുള്ളവരാരാണെന്നും എനിക്കറിയില്ല, ഈ പട്ടണം നിർമ്മിച്ചതും ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിവിടെ ഉണ്ട്. അപ്പം പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കിപ്പോൾ തന്നെ നാമകരണം തൊട്ട് തുടങ്ങാല്ലേ എന്ന് തീരുമാനിച്ചു. ആ സ്ത്രീക്ക് പുരഞ്ജനി എന്ന് പേര് വെച്ചു. എന്നിട്ട് 2 പേരും കൂടി കല്യാണം കഴിച്ച് ആ പട്ടണത്തിൽ താമസിക്കുകയാണ്. പുരം ജനയതി ഇതി പുരഞ്ജന. പുരം എന്ന് പറഞ്ഞാൽ ശരീരം, ശരീരം ഉണ്ടാക്കുന്നവനാണ് പുരഞ്ജനൻ. അങ്ങനെ പുരഞ്ജനൻ അതിലിരുന്നു. അപ്പോൾ എന്താണ്, ഇനിയൊരു ജന്മം, ഇനിയൊരു പുരം ഉണ്ടാക്കണോ വേണയോ എന്ന് തീരുമാനിക്കാൻ നമ്മുടെ കയ്യിൽ അവകാശമുണ്ട് കേട്ടോ. നമുക്ക് ഇനിയൊരു പുരം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടെ കയ്യിലാണ്. അത് ആഗാമി കർമ്മമാണ്, വരാൻ പോകുന്ന കർമ്മമാണ്. അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതെങ്ങനെ അല്ലേ? നമ്മൾ ചെയ്യുന്ന കർമ്മഫലം നമ്മൾ അനുഭവിക്കണം. വാൽമീകി മഹർഷി പറഞ്ഞു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചു വിടുകയെന്നേ വരൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മളല്ലേ അനുഭവിക്കും. ഉപ്പ് തിന്നവനല്ലേ വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ അതിനെങ്ങനെ ചെയ്യാൻ പറ്റും? ചുമ്മാ ഇരിക്കാൻ പറ്റുമോ നമുക്ക്? കർമ്മം ചെയ്യാതെ എങ്ങനെ ഇരിക്കും? ഉണ്ട്. നിങ്ങൾക്ക് നല്ല കണ്ണ് തന്നിട്ടില്ലേ? ഭഗവാനെ കാണൂ കണ്ണുകൊണ്ട്, കാതുകൊണ്ട് ഭഗവത് കഥകളെ കേൾക്കൂ, മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കൂ. അതുപോലെ തന്നെ നിങ്ങൾ ഭഗവത് പാദം, നാസിക കൊണ്ട് ഭഗവത് പാദത്തിൽ പതിഞ്ഞ തുളസിയെ ഘ്രാണിക്കൂ, കൈകൾ കൊണ്ട് ഭഗവാനെ കൈങ്കര്യം ചെയ്യൂ, കാലുകളെ കൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യൂ എന്ന്. ഇത് സാധനയാണ്. ഈ സാധനയ്ക്ക് വല്ല പ്രയാസമുണ്ടോ? അല്ലേ? നമ്മളുടെ കയ്യിലുള്ള വസ്തു നമ്മൾ അതുകൊണ്ടൊക്കെ ഭഗവതർപ്പിതമായിട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള സാധനകൾ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവൻ ഈ സാധനകളെയാണ് ചെയ്യുക. അപ്പോൾ കർമ്മശേഷം വരാതെ നമുക്കൊരു ട്രിക്കാണ്, ഒരു ടെക്നിക്കാണ്. കർമ്മശേഷം വരാതിരിക്കാനുള്ള ഒരു ടെക്നിക്ക്. ആ ടെക്നിക്ക് നമുക്ക് ചെയ്യാം. എന്താണ് വേണ്ടത്? മനഃശുദ്ധി വരണം.
മനഃശുദ്ധി വരണം വെച്ചാൽ മനസ്സിൽ കുറേ കൽമഷങ്ങളാണ്, ക്ലാവ് പിടിച്ച് കിടക്കുക. എന്തൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതമൊക്കെ. അതങ്ങനെ ഉരച്ചൊരച്ച് കളയണം. വെറുതെ ഇങ്ങനെ തേച്ചാലൊന്നും പോയില്ല, പോളിഷ് ചെയ്തിടണം. പോളിഷ് ചെയ്യാൻ എന്ത് പറ്റും? നാമോച്ചാരണം കൊണ്ട്, നാമം സ്മരണ കൊണ്ട് നമ്മളുടെ മനസ്സിലെ കൽമഷത്തെ ഒരച്ചു തേച്ചു മാറ്റാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ആ ആത്മാവിൽ നമ്മളിൽ പ്രതിബിംബിക്കും. ഇനി ഇതിലേയും കാണുന്ന എന്താണ് വേണ്ടത്? മനഃശുദ്ധി നടണം, നാമസ്മരണം ഉപകരിക്കുന്നു പറയണം. പണി വളരെ എളുപ്പമല്ലേ? കേട്ടപ്പോൾ വലിയ എളുപ്പമല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടെ നാരായണ പറയാൻ നോക്കട്ടെ. നാരായണ 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 നാരായണ. ഇത് പറയാൻ നല്ല പ്രയാസമുണ്ട്. എന്തെന്തോ ചെല്ലുന്ന നാവ് നാരായണ എന്ന് 4 അക്ഷരം പറയല് വേണ്ടു. 4 അക്ഷരം പറഞ്ഞില്ലേലും വേണ്ട കേട്ടോ. രാമ രാമ പറഞ്ഞാലും മതി. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നാമം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ചെറിയ പണിയാന്ന് വിചാരിക്കേണ്ട, ഫലത്തിൽ അപാരം അല്ലേ? വായുഗുളിക മത്തങ്ങയുടെ അത്ര വേണ്ടല്ലോ. ചെറിയ വായുഗുളിക കഴിച്ചാൽ നമ്മളെ പ്രശ്നം തോന്നും. ഒരു മത്തങ്ങ കൊണ്ടുവന്നാലേ തിന്നാൻ പറ്റുന്നില്ലല്ലോ. അതുപോലെ ചെറിയൊരു പ്രവൃത്തിയെ നമുക്ക് ചെയ്യണ്ടു, അതുകൊണ്ട് അതിൻ്റെ ഫലം അപാരമാകും എന്ന് പറയണം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ആ സ്ത്രീയോട് ചോദിച്ചു, നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നും. അപ്പോഴാണ് അത് ആരാണെന്ന്, ഇതിപ്പോൾ സിംബോളിക്കായിട്ടാണ് പറയുന്നത്. 5 തലയുള്ള സർപ്പം എന്നൊക്കെ പറയുമ്പോൾ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന 5 പ്രാണങ്ങളാണ് 5 തലയുള്ള സർപ്പം. പ്രജാകരൻ എന്ന് പേര്. ആ പ്രജാകരൻ ഏത് നേരത്തും ഉണർന്നിരിക്കുക അല്ലേ? പുരഞ്ജനി ഉറങ്ങിയാലും റെഡിയായിട്ട് കാത്തിരിക്കും. അങ്ങനെ കർമ്മക്ഷേത്രമാണ് ഭാരതം, അത് ഓർമ്മ വേണം. അവിടെയുള്ള ദക്ഷിണത്തക്കിലാണ്, ഹിമാലയത്തിൻ്റെ താഴ്വരയിലാണ് കണ്ടത്. അപ്പോൾ ശരീരം, ഈ ശരീരം കിട്ടിയപ്പോൾ ഞാൻ ഉറക്കത്തിൽപ്പെട്ടാൽ ഇവരെന്നെ രക്ഷിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങേ കണ്ടെത്തിയത് എൻ്റെ ഭാഗ്യം. നമുക്ക് കല്യാണം കഴിക്കാമല്ലേ? നമുക്ക് ഭാര്യാഭർത്താക്കന്മാരായിട്ട് കുറേ കാലം സുഖിച്ച് ജീവിക്കാം. ഞാൻ അങ്ങക്ക് പലതരം ചിത്രങ്ങളും പലതരം സൗഖ്യങ്ങളും ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. ആ ഫോട്ടോ നോക്കിയപ്പോൾ കിഴക്ക് ഭാഗത്തായിട്ട് 2 ദ്വാരങ്ങൾ, അതിൻ്റെ ചുവടിൽ വീണ്ടും 2 ദ്വാരങ്ങൾ, പിന്നെ ഒരു ദ്വാരം. അങ്ങനെ 5 കവാടങ്ങൾ കിഴക്ക് നോക്കിയിട്ട്, കിഴക്ക് വാസലായിട്ടാണ് ഇരിക്കുന്നത്. ഒരെണ്ണം തെക്ക് ഭാഗത്തേക്ക്, ഒരെണ്ണം വടക്ക് ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നു. പിന്നെ 2 എണ്ണം പടിഞ്ഞാറ് ഭാഗത്താണ്. കൂടാതെ ദ്വാരമില്ലാത്ത 2 എണ്ണം ഉണ്ട്. ഇതൊക്കെ കണ്ടു. അതെന്താണെന്ന് പറയാം. അതായത് കാമാസക്തനായി പോയി ആ സ്ത്രീയെ കണ്ടപ്പോൾ. വഞ്ചിതനുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മുകളിലുള്ള 2 ഗോപുരമുണ്ടല്ലോ, അത് ഒന്ന് ഖദ്യോതം ഇടത്, ആവിർമുഖി വലത്, അതിൽ ദ്യുമാൻ എന്ന് പേരായൊരു ശകാരം. ചുരുക്കത്തിൽ ഒരിടത്തേക്കണ്ണ്, ഒരു വലത്തേക്കണ്ണ്, നേത്രം എന്ന ഇന്ദ്രിയം. അതിൽ കൂടെ ഈ ജീവൻ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോഴെന്താണ്? ബഹുരൂപങ്ങൾ കണ്ട് കൊതിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ കാണിച്ച് സന്തോഷിച്ചു വന്നു. അപ്പോഴാണ് അതിൻ്റെ ചുവട്ടിൽ 2 ദ്വാരങ്ങൾ കണ്ടത്. ഒന്നിന് നളിനി എന്ന് പേര്, അത് ഇടതുള്ള നാസികയാണ്. വലതുള്ളതിന് നാളിനി എന്ന് പേര്, നാസിക എന്നുള്ള ഇന്ദ്രിയം. അതുകൊണ്ട് അവർ സൗരഭം എന്ന ദേശത്തേക്ക് പോയി പല സുഗന്ധ വസ്തുക്കൾ, പലഹാരങ്ങളുടെ ഗന്ധം ഒക്കെ അനുഭവിച്ച് എന്നെപ്പോലെ ഭാഗ്യവാൻ ആരുമില്ല എന്ന് ആ പുരഞ്ജനൻ സന്തോഷിച്ചു. അപ്പോഴാണ് ഒരെണ്ണം പിതൃഹു എന്ന പേരായി തെക്കു ഭാഗത്തിലേക്ക് തുറന്നിരിക്കുന്ന ഒരു കവാടമുണ്ട്. ആ കവാടത്തിൽ കൂടെ പോകുമ്പോൾ ദക്ഷിണ പാഞ്ചാലം എന്ന ദേശത്തിലേക്ക് പോകാമെന്ന് മനസ്സിലാക്കി. അവിടെ കൂട്ടുകാരനായി വന്നത് ശുദ്ധധരൻ എന്ന ശ്രോത്രേന്ദ്രിയം. അപ്പോൾ വലതുഭാഗത്തുള്ള ചെവി പിതൃഹു. ആ പിതൃഹുവിലൂടെ പോയി കൂടെ ആ ഇന്ദ്രിയത്തോടു കൂടെ പോയപ്പോൾ പ്രവൃത്തി മാർഗത്തിൽ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വളരെ പ്രാപ്തനായി തീർന്നു. അപ്പോഴാണ് വടക്കു ഭാഗത്തേക്ക് മുഖമുള്ളതായൊരു ദ്വാരം കണ്ടത്. അതിന് ആ ദ്വാരത്തിലൂടെയും പോണല്ലോ, അത് ദേവഹു എന്നാണ് അറിയപ്പെട്ടത്. അതിലൂടെ ഉത്തരപാഞ്ചാലം എന്ന നഗരത്തിലേക്ക് ചെന്നു. നിവൃത്തി മാർഗത്തിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ട്രിക്കൊക്കെ മനസ്സിലാക്കി. അവിടെയും കൂട്ടുകാരൻ ശ്രോത്രേന്ദ്രിയം തന്നെ. അങ്ങനെ ഇന്ദ്രിയങ്ങളാണ് വേക്കെന്ന് പറഞ്ഞു. അപ്പോഴാണ് മുഖ്യനായിട്ടൊരാളെ കണ്ടത്. മുഖ്യം എന്ന് പറഞ്ഞാൽ മുഖം തന്നെ, വായ തന്നെ. അവിടെ രസജ്ഞൻ, വിപണൻ എന്ന് 2 കൂട്ടുകാരാണ്. അവർ 2 പേരും കൂടി
എന്തൊക്കെ ചെയ്യുന്നു? ആവണമെന്നും ബഹൂദനമെന്നും രണ്ട് ദിക്കും. ഒന്നിനെ കൊണ്ട് എല്ലാ രസങ്ങളറിഞ്ഞ് ഭക്ഷണപാനീയത്തിന്, മറ്റൊന്ന് വാക്കുകളെ കൊണ്ട് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാനും നല്ലതിനൊക്കെ. അതൊക്കെ ചെയ്ത് രസിച്ചു. അപ്പോഴാണ് വേറെ രണ്ട് പടിഞ്ഞാറുള്ളതായ രണ്ടെണ്ണത്തിനെ കണ്ടത്. അതിനെ എന്ത് ചെയ്തു വെച്ചാൽ ആസുരി എന്ന പശ്ചിമദ്വാരം, ആ ദ്വാരത്തിലൂടെ ദുർമദൻ എന്നു പേരായൊരു സഖാവുമൊത്ത് പുരഞ്ജനൻ ഗ്രാമകം എന്ന ദേശത്തിൽ സഞ്ചരിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞ ആസുരി എന്ന് പറഞ്ഞാൽ ശിഷ്ണം എന്ന ഇന്ദ്രിയമാണ്, ശിഷ്ണമാണ്. ഗ്രാമകം എന്ന് പറഞ്ഞാൽ സുഖഭോഗങ്ങളാണ്. ദുർമദൻ എന്ന് പറഞ്ഞാൽ ഉപസ്ഥം എന്ന ഇന്ദ്രിയമാണ്. ആ ഇന്ദ്രിയത്തെ കൊണ്ട് സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചു. നിർവൃതി എന്ന് മറ്റൊരു ദ്വാരം പടിഞ്ഞാറോട്ട് തന്നെയുണ്ട്. അതിൽ ലുബ്ധകൻ എന്ന സഖാവാണ് അത്ര ഉണ്ടായിരുന്നത്. അങ്ങനെ വൈശ്വസം എന്ന ദിക്കിലേക്ക് പോയി എന്ന്. നിർവൃതി എന്ന് പറയുമ്പോൾ ഭൂതമാണ്, ലുബ്ധകൻ എന്ന് പറയുമ്പോൾ വായുവാണ്, വൈശ്വസം എന്ന് പറഞ്ഞാൽ മലമൊക്കെ പോകുന്നു, മലദ്വാരവും മൂത്രദ്വാരവും. അങ്ങനെ പുറത്ത് കിടക്കാൻ പറ്റാത്ത രണ്ടെണ്ണം കൂടി കണ്ടു. അതിന് വാതിലില്ല. അതെന്താണെന്ന് ചോദിച്ചു. ഒന്ന് നിർവാക്കാണ്. നിർവാക്ക് കൈയാണ്, കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. മറ്റേത് പേശസ്കൃതാണ്, അതുകൊണ്ട് കാലാണ്. അതെല്ലായിടത്തും സഞ്ചരിച്ചു. ഇതൊക്കെ ഉണ്ടല്ലോ, വഴികാട്ടിയതാരാ? ഇപ്പോൾ സംശയം തോന്നില്ലേ? ഇതൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു ഈ പുരഞ്ജനൻ എന്ന് പറഞ്ഞപ്പോൾ കോട്ടമതിലൊക്കെ പുറത്ത് പോയി വരാനൊക്കെ വഴിയറിയണ്ടേ? വിഷൂചീനൻ എന്നു പേരായ ഒരുവൻ, അതാരാ? മനസ്സാ. ആ മനസ്സ് പറഞ്ഞു ഞാൻ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുരഞ്ജനനെ ഈ വഴികളിലൂടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അത് കൊണ്ടുപോയി എന്നിട്ട് എന്ത് ചെയ്തു? അന്തപുരത്തിൽ, അന്തപുരം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴേ 3 ഗുണങ്ങളുണ്ടല്ലോ അല്ലേ? തമോ ഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, സത്വഗുണമുണ്ട്. തമോ ഗുണം കാരണം മോഹത്തിൽപ്പെട്ടു. രജോ ഗുണം വന്നപ്പോൾ കുറേയൊക്കെ സന്തോഷിച്ചു. അതേ സമയത്ത് സത്വഗുണം വന്നപ്പോഴാണ് പരിപൂർണ ഹർഷം. അതുകൊണ്ട് പറയാണ് മോഹം, പ്രസാദം, ഹർഷം ഇതൊക്കെ ഹൃദയത്തിൽ അനുഭവിച്ചു. ഇങ്ങനെ കാമിയായി, ബോധഹീനനായിട്ട്, വഞ്ചിതനായിട്ട് ഇരിക്കുന്ന അദ്ദേഹം പിന്നെയും കർമ്മങ്ങളിൽ ആസക്തി കൊണ്ട് ഭാര്യയെ തൃപ്തിപ്പെടുത്താനായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ബുദ്ധിയാണ് ഭാര്യ പുരഞ്ജനി. ബുദ്ധി എന്ത് പറഞ്ഞോ അത് മുഴുവൻ അനുസരിക്കും. ബുദ്ധി പറയണ ഇപ്പം ലഹരി എടുക്കുക, ലഹരി എടുക്കുക, ഇപ്പം ഓട്, ഇപ്പം ഇരിക്കേ, ഇപ്പം കിടക്ക, ഇപ്പം ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചു. അങ്ങനെ ബുദ്ധിക്ക് വശം കിട്ടുന്നു. ബുദ്ധിയുടെ വശത്തിലായിപ്പോയി എന്ന് പെട്ടുപോയി. ചുരുക്കത്തിൽ പെട്ടുപോയി നമ്മുടെ പുരഞ്ജനൻ. ഒരു ദിവസം പുരഞ്ജനൻ എന്ത് ചെയ്തു? വിശേഷപ്പെട്ട ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് കവചമെടുത്തു, അമ്പടുങ്ങാത്ത ആവനാഴി എടുത്തു. എന്ത് ചെയ്തു? 11 സൈന്യാധിപന്മാരോട് കൂടി നായാട്ടിന് പോയി. എവിടേക്ക്? പഞ്ചപ്രസ്ഥം എന്ന സ്ഥലത്തേക്ക് എന്നാണ് പറയുന്നത്. അവിടെ എന്താണ്? രഥത്തിന് നല്ല വേഗതയായിരുന്നു. ആശ്രയൻ കൂടെയുണ്ട്. ആശ്രയനല്ല കേട്ടോ, അവിടെ പോവുകയാണ്. 5 കുതിരകളുണ്ട്. രഥത്തിന് ആസ്പദമായിട്ട് രഥം നിൽക്കാനായിട്ട് 2 ദണ്ടുകൾ, അതിനൊരു അച്ചുതണ്ട്, 2 ചക്രം, 3 കൊടിക്കൂറകൾ, 5 സ്ഥാനങ്ങൾ, കുതിരകൾക്കെല്ലാം കൂടി ഒരു കടിഞ്ഞൻ, ഒരു തേരാളി, 5 ആയുധങ്ങൾ, ഉടുക്കാനായിട്ട് 7 തരം വസ്ത്രങ്ങൾ. ഇതൊക്കെ കൊണ്ട് പുറപ്പെട്ടു പോയി. ഇതൊക്കെ വലിയ സെറ്റപ്പ് തലേദിവസമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടേ. പോയി ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ പോയതെന്താണ്? ഇവിടെ നിന്നാണ് പുരഞ്ജനനാണ് ജീവൻ. തേരെന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്ന ശരീരം തന്നെ. ആ സ്വപ്ന ശരീരത്തിലാണ് സഞ്ചരിക്കുന്നത്. ധനുസ് എന്ന് പറഞ്ഞോളൂ, വില്ലെടുത്ത് പോയി എന്നാണ്. വില്ലെന്ന് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവമാണ് ആ വില്ല്. കുതിരകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ, സംവത്സരാദികളാണ് വേഗതയോടെ സഞ്ചരിച്ചതത്രേ. ഞാനെൻ്റും എൻ്റേതെൻ്റും ഭാവങ്ങൾ 2 ദണ്ടുകളായിട്ട് പുണ്യപാപങ്ങൾ. അങ്ങനെ ബുദ്ധി തേരാളി, ഇരിപ്പിടമാകുന്ന ഹൃദയം, ശോകമോഹങ്ങളാണ് നുകമുറപ്പിക്കാനുള്ള സ്ഥലം. ആയുധങ്ങളെന്താ? സർവവിഷയങ്ങൾ. അതിനെ സപ്തധാതുക്കൾ വസ്ത്രങ്ങൾ. കർമ്മേന്ദ്രിയങ്ങളായിരുന്നു വ്യാപാരങ്ങൾ. ഗതിഭേദങ്ങളാണ്, അത് വ്യാപാരം തന്നെയാണ് ഗതിഭേദം. ആവനാഴിയിലായിരുന്നല്ലോ, അഹങ്കാരമാണ്, അതൊടുങ്ങില്ലല്ലോ. 10 ഇന്ദ്രിയങ്ങൾ, മനസ്സും അതിന് ചേർന്ന് 11 ആൾക്കാരെയും കൂട്ടിയിട്ടാണ് പോയത്. നായാട്ടിൽ കൗതുകം പോണ്ട രാജാവ്
എന്തൊക്കെയോ ചെയ്തു കൂട്ടി. മുള്ളംപന്നിയെ കൊന്നു, കുതിരയെ കൊന്നു, മാനിനെ കൊന്നു, ക്രൂര മൃഗങ്ങളെയൊക്കെ വളരെ ക്രൂരത കാട്ടി. പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാജാവ് അവിടെ ക്ഷീണിച്ച രാജാവ് വീട്ടിൽ വന്നു. നല്ല കുടിയൊക്കെ പാസ്സാക്കി കുറിയൊക്കെ തൊട്ടു. അപ്പോഴാണ് ഭാര്യയെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. ഭാര്യ പിണങ്ങി കിടപ്പാണ്. ആ ഭാര്യയെ വളരെയധികം ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ അവൾ വേഗം ആശ്വസിച്ചു. പിന്നെയും അവർ വർഷങ്ങളോളം കഴിഞ്ഞു. ഇത്രയും ഇരിക്കുന്ന കാലത്ത് ബുദ്ധിക്കധീനനായിട്ട് പെട്ടുപോയല്ലോ. ആ സമയത്ത് എല്ലാ രാജാക്കന്മാർക്കും ശത്രു രാജാക്കന്മാരുണ്ടാവുമല്ലോ. അവിടെയും ഒരു ശത്രു രാജാവ്, ഗന്ധർവ രാജാവ്, ചണ്ഡവേഗൻ എന്ന പേര്. ആ ചണ്ഡവേഗൻ എന്ത് ചെയ്തു വെച്ചാൽ വലിയൊരു പട്ടാളവും കൊണ്ടുവന്നു. എന്നിട്ട് ആ നഗരം ആക്രമിക്കാൻ പുറപ്പെടുക. ടപ്പേ ടപ്പേ എന്നൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഗോപുരമൊക്കെ അടിച്ചു പൊളിക്കുക. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം എന്താ, 20 വയസ്സിൽ നമുക്കെന്തെങ്കിലും നമ്മൾ മേടിക്കുമോ? നല്ല ചോരത്തൊടുപ്പുള്ള നല്ല സാമർഥ്യമുള്ള സമയത്ത് എന്തെങ്കിലും നമ്മൾ കാണിക്കുമോ? ഇപ്പോൾ കണ്ടല്ലോ, എനിക്ക് നടക്കാനേ പറ്റുന്നില്ല. നടക്കാനായിട്ട് പോകുമ്പോൾ ആരെങ്കിലും കൈ പിടിക്കണം, അല്ലെങ്കിൽ വല്ല മൂവോ വേദന സംഹാരിയോ നമ്മുടെ കയ്യിൽ വേണം. അന്നത്തെ കാലത്തൊന്നും വേണ്ടല്ലോ. അപ്പം ആദ്യം എങ്ങനെ രാജാവ് അത് മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതെ ഈ ചണ്ഡവേഗൻ എന്ന് പറയുന്നത് സംവത്സരങ്ങളാണ്. അതിൻ്റെ അനുയായികളായി വന്നവരെ രാവും പകലുമാകുന്ന ഗന്ധർവ, വെളുത്തതും കറുത്തതുമായിട്ടുള്ള കുറേ പടകളാണ്. ഇവരൊക്കെ കൂടിയാണ് ആക്രമിച്ചത്. രാജാവ് അതൊന്നും ചിന്തിക്കും. അതിന് 100 വർഷത്തോളം, ഏകദേശം 100 വേണ്ട, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. ഈ ആക്രമം കൂടിക്കൂടി വന്നപ്പോൾ അതിനെ തടുക്കാൻ സാധിക്കാതെ വന്ന സമയത്ത് രാജാവ് കുറച്ച് അലർട്ടായി. അപ്പണ്ട് ഒരാൾ വരുന്നു, കാലകന്യക. ആ കാലകന്യക എന്ന് പറയുന്നത് ജരയാണ്. ജരാനരയെ ആരെങ്കിലും സ്വീകരിക്കും. നമ്മളിപ്പോൾ ജരാനരയൊക്കെ ഇല്ലാതാക്കി തീർക്കാനുള്ള എല്ലാ സൂത്രങ്ങളുണ്ട്. എന്ത് സൂത്രം ചെയ്താലും ആ വയസ്സവിടെ കാണിക്കാതിരിക്കുമോ? ആ ജരാനരം, അതിനെ ആരും സ്വീകരിച്ചില്ല. അതുകൊണ്ട് അവർക്ക് ദുർഭഗ എന്ന് പേരിട്ടു. ദുർഭഗയെ ആരും സ്വീകരിച്ചില്ല. നാരദ മഹർഷി പറയാം, എൻ്റെ അടുത്തേക്കും വന്നു, ഞാനതിനെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾ സ്വീകരിച്ചു കേട്ടോ, നമ്മുടെ യയാതി രാജാവിൻ്റെ പുത്രൻ കുരു. എനിക്ക് തന്നോളൂ ജരയെന്ന് പറഞ്ഞു. അങ്ങനെ ജരയെ സ്വീകരിച്ചതുകൊണ്ട് ജര സന്തോഷമായിട്ട് സ്ത്രീധനമായിട്ടൊരു ആദ്യം തന്നെ കൊടുത്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബാക്കി ആർക്കും ഈ ജരയെ വേണ്ട. അപ്പോൾ ജരയോട് പറഞ്ഞു, നാരദനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരിടത്ത് നിപ്പില്ലാതായി പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ശപിച്ചു. അപ്പം നാരദൻ പറഞ്ഞു, ഏതായാലും കാരുണ്യമുള്ളവനല്ലേ. ആ ഭയൻ എന്ന് പറഞ്ഞ ഒരാളെൻ്റെ എൻ്റെ കൂട്ടുകാരനാണ്, അവൻ്റെ അടുത്തേക്ക് നീ പൊക്കോ എന്ന് പറഞ്ഞു. ഭയനല്ല, യവനൻ രാജാവിൻ്റെ അടുത്ത് പോയി. യവന രാജാവ് പറഞ്ഞു, എനിക്ക് നിന്നെ സ്വീകരിക്കാൻ സാധ്യമല്ല. പ്രജ്വാരം എന്ന് പറഞ്ഞ് എനിക്കൊരു സഹോദരനുണ്ട്. ആ പ്രജ്വാരൻ്റെ സഹോദരിയായിട്ട് നീ കൂടിക്കോ. എല്ലാവരും നിനക്ക് ഭർത്താക്കന്മാരാക്കാം. അവർ വിളിച്ചു വരുത്തൊന്നും വേണ്ട, എല്ലാവരിലും പ്രവേശിച്ചോളോ, അനുഭവിച്ചോളോ എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ ജരയും നമ്മുടെ പുരഞ്ജനനെ പ്രാപിച്ചു. പുരഞ്ജനനെ കുറേശ്ശെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാണ്ടൊക്കെ ആയി. അപ്പോഴാണ് യവനപ്പടകൾ വന്നത്. യവനപ്പടകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കവാടങ്ങളും രോധിച്ചു എന്നാണ്. ഏത് കവാടത്തിലാണ് രോധിക്കേണ്ടതെന്നില്ല, എല്ലാ കവാടവും രോധിച്ചു. ആദിവ്യാധികൾ. ഈ ആദിവ്യാധികളോട് പറഞ്ഞപ്പോൾ ഉള്ളിൽ വല്ലാത്ത വിഷമം നമ്മുടെ പുരഞ്ജനൻ വിചാരിച്ചു, ഇനി എന്താ ചെയ്യുക? ഭയം പിടിച്ചു. ഭയം വന്നപ്പോൾ നോക്കി, എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന പാമ്പ് എന്ത് ചെയ്യണമെന്ന് നോക്കി. ഞങ്ങൾ തോറ്റുപോയി, ഗന്ധർവപ്പട, ഈ ജര നമ്മളെ കീഴടക്കി കഴിഞ്ഞു. ഇപ്പം കാലകന്യകയാണ് നിങ്ങളുടെ ശരീരത്തിൽ ആധിപത്യം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷയ്ക്ക് വേറൊരു വഴിയില്ല. നമ്മളുടെയൊക്കെ ജീവിതമാണ് പറയുന്നത് അല്ലേ? ശത്രുക്കൾക്ക് ഉറപ്പായി ആ കോട്ട ആക്രമിച്ചു. കോട്ടയ്ക്ക് പുറത്തുള്ളതായി ഇടികേട്ടപ്പോൾ ആദ്യം പേടിച്ചില്ലെങ്കിലും പിന്നെ ഇടിച്ച് തകർത്തപ്പോൾ ഭയന്നു പോയി എന്ന്. അങ്ങനെ ഇത് തടയാനുള്ള പ്രജാകരണം ശക്തിയിലുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കി, ആരെയാണോ തൻ്റെ മക്കളാണ് ഭാര്യയാണോ എന്നൊക്കെ പറഞ്ഞിരുന്നത് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അവർക്ക് വേണ്ടാണ്ടായി. സുഭാഷിതകാരൻ പറയും, എനിക്ക് പറഞ്ഞാൽ സങ്കടം വരും. എന്താണ്? ഗാത്രം സങ്കുചിതം ഗതിർവികളിത ഭ്രഷ്ടാചദന്താവലിഹി ദൃഷ്ടിർനശ്യതി വർദ്ധദേവധിരത വക്ത്രം ച ലാലായതേ വാക്യം നാദ്രിയതേ
ബന്ധുജനാ ഭാര്യ ന ശുശ്രൂഷതേ ഹാ കഷ്ടം പുരുഷസ്യ ജീർണവയസഃ പുത്രോപ്യമിത്രായതേ. ഇതിലേക്കാൾ എന്ത് വേണം അല്ലേ? കയ്യും കാലിനും ശക്തിയിലുണ്ടായി, നടക്കുമ്പോൾ വീഴാൻ പോകണം, കല്ലൊക്കെ പോയി, കണ്ണും കാണാനില്ല, ഇങ്ങനെ ആരാന്ന് ചോദിക്കേണ്ട ഒരു ഗതികേട്, ചെവിയും കേട്ടുകൂടാ. പക്ഷെ നാവിനൊരു കുഴപ്പമില്ല കേട്ടോ. വക്രം ച ലാലായതേ, നാവിന് അത് വേണം ഇത് വേണം എന്നൊക്കെ തോന്നൂത്രേ. അതുകൊണ്ടാണ് പറഞ്ഞത് രസേജിതം സർവം ജിതം എന്ന് 24 ഗുരുക്കൾ പറയുമ്പോൾ പറഞ്ഞു, നാവിനെ ജയിച്ചാലെല്ലാം ജയിക്കാം. അത് നമുക്ക് 2 തരത്തിലാണ് കേട്ടോ. നാവടക്കിയാൽ നല്ലത്, നാവിൻ്റെ സ്വാദിനെ നിയന്ത്രിച്ചാൽ അതും നല്ലത്. അത് ചെയ്യിപ്പിക്കില്ല. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പൊലമ്പും, ഞാൻ അത്ര ചെയ്തവനാണ്, ചെറുപ്പത്തിൽ എങ്ങനെ ഇരുന്നവനാണ്, എന്തൊരു കോട്ട കെട്ടിയവനാണ്, നിങ്ങളെ വളർത്താൻ എന്തൊക്കെ പാടുപാടി ആര് കേൾക്കും അല്ലേ? അതുപോലെ തിന്നാൻ എന്ത് കിട്ടിയാലും എനിക്ക് വേണം. വക്രം ചലായതേ. പിന്നെ വാക്യം ആദ്രിയതേ ബന്ധുജനങ്ങൾ വാക്യം ആദരിക്കില്ല. മക്കളടക്കം പുറത്തു പോകുമ്പോൾ പോയിട്ട് വരാമെന്ന് പറയില്ല. ഇപ്പം എന്താ വേണ്ട മിണ്ടാക്കുന്നോളോടെ എന്ന് പറയും. പിന്നെ എന്തൊരു ഭാര്യ ശുശ്രൂഷതേ. ഏത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണോ അവരെ ചെന്നായിക്കൂട്ടം എന്നാ പറയുന്ന നാരദൻ. ആ ചെന്നായിക്കൂട്ടം നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ പാഴാക്കിയില്ലേ. ആ ഭാര്യ പോലും ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നർത്ഥം. എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടിരുന്നാണ് കേൾക്കാതെ അതിൽ പോകുന്നത്. ശുശ്രൂഷതയാണ്, സ്വതും ഇച്ഛയാണ് ശുശ്രൂഷ. കേൾക്കാൻ തയ്യാറായില്ല, അവർ പറയുന്നതൊന്നും ആരും അംഗീകരിക്കില്ല. ഹാ കഷ്ടം, കഷ്ടം എന്ന് പറയാ സുഭാഷിതകാരൻ. എന്താണ്? പുരുഷസ്യ ജീർണ വയസ്സ. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ മാത്രമല്ല കേട്ടോ, ജന്തു. ജീർണ വയസ്സായിട്ട് ആരെങ്കിലും ഇരുന്നാൽ പുത്രോപ്യമിത്രായതേ. എൻ്റെ മകൻ എന്ന് പറഞ്ഞ് നടന്നില്ലേ, അവൻ ശത്രുവായിട്ട് മാറുന്നു. അതന്നെ ഉണ്ടായി നമ്മുടെ പുരഞ്ജനന്. പുരഞ്ജനനെ ആരും കേട്ടില്ല. പുരഞ്ജനൻ എന്ത് ചെയ്തു? സാധാരണ പറയാറുണ്ട്, നാമസ്മരണം ഉപാധിയായിട്ട് എടുത്തിരുന്നാൽ മതി. ആ അവിജ്ഞാത സഖാവിനെ കൂടെ മറന്നു. താൻ ആരുടെ കുടിയിൽ നിന്നാണോ രക്ഷപ്പെട്ടു വന്നത് അവനെക്കുറിച്ച് ചിന്തിച്ചില്ല. കാരണം മുമ്പിൽ ചെന്നായക്കൂട്ടങ്ങൾ പോലെ എപ്പോഴും ഉപദ്രവിക്കാൻ ബന്ധുമിത്രാദികൾ, പിന്നിലോ സംവത്സരം അല്ലേ കൃതാന്ത. ആ യമൻ അമ്പ് കൊടുത്തുകൊണ്ട് നമ്മുടെ പിന്നിലുണ്ട്. എങ്ങനെ? ഒരു മാനിനെ ചെന്നായക്കൂട്ടങ്ങൾ മുമ്പിലും പിന്നിലെ വേടൻ അമ്പ് വെച്ച് കൊണ്ടുവരുന്നത് പോലെ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മളൊക്കെ എന്ത് ചെയ്തു? ആഖുവിനെ പിടിച്ചു എന്നാണ്. അഹി എന്ന് പറഞ്ഞാൽ സർപ്പം, ആഖു എന്ന് പറഞ്ഞാൽ എലി അല്ലേ? വലിയൊരു ഗോഡൗണിൽ അരിച്ചാക്കുകൾ എന്ന് നിറച്ചു വെച്ചിരിക്കുക. അപ്പം ഈ എലി വിചാരിക്കുക, എത്ര കാലത്തേക്ക് സുഖിക്കാം എൻ്റെ മക്കൾക്ക്. നമ്മളൊക്കെ അങ്ങനെയല്ലേ, തൻ്റെ മകൻ്റെ മകൻ ഒരു 15 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ എന്തോ ജീവിതം സമ്പന്നം നമുക്ക് തോന്നലാണ്. നമ്മൾ എന്താണ് നേടേണ്ടത് എന്നുള്ളത് പറയാൻ പോകുന്നത്. ഇവരെന്ത് ചെയ്തു? അങ്ങനെയൊക്കെ വെച്ചപ്പോൾ ഈ അരിയൊക്കെ കണ്ടു. കച്ചവടക്കാരന് സാമർഥ്യമില്ലേ, അയാൾ എന്ത് ചെയ്തു വെച്ചാൽ അറിയാം എലി വരുമെന്ന്. കുറച്ച് മലർപ്പൊടി എടുത്ത് ആ ഭാഗത്തൊക്കെ വെതറിയിട്ട് പോയി. ഈ എലി വന്നു, അതിനെ തിന്നു. ഇതിപ്പോൾ തിന്ന് തീർക്കട്ടെ എന്നിട്ട് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ആ ചാക്കും കെട്ടിൻ്റെ ഇടയിൽ ഒരു പാമ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. പാവം അറിഞ്ഞില്ല എലി. ആ പാമ്പ് പുറത്തേക്ക് വന്നു, എലിയെ പിടിച്ചു. ഇതുപോലെയാണ് നമ്മുടെ കൃതാന്തഃ. നമ്മുടെ പിന്നിൽ യമധർമ്മൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ ഇതൊന്നും അറിയാതെ നമ്മുടെ മക്കളാണ് വലുത്, നമ്മളുടെ സ്വത്താണ് വലുത്, നമ്മളുടെ സൗന്ദര്യമാണ് വലുത്, എന്നെപ്പോലെ ആരുണ്ട്, ഞാൻ ബഹുമാന്യനാണ്, ഈ ചിന്തകളിൽ. അതുപോലെ മേ എന്ന് പറഞ്ഞ് കരയാണെന്ന്. അപ്പം നീലതക്കണ്ട ദീക്ഷിതർ പറയാം അല്ലേ, പുത്രായി മേ അല്ലേ, ഭാര്യയായി മേ എന്ന് പറഞ്ഞ് സന്തോഷിക്കുക. അത്രയുണ്ട്. ഇത്ര മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു മൃഗം കാലനാവുന്ന ചെന്നായ വന്ന് ഈ ആടിനെ പിടിച്ച് തിന്നുക. അപ്പോൾ ഇയാൾക്ക് മേ എന്ന് പറഞ്ഞിട്ട് എന്ത് പുണ്യം? ഈ ആരെങ്കിലും തിരിഞ്ഞു നോക്കുക? വയസ്സായാലേ തിരിഞ്ഞു നോക്കില്ല. എന്നിട്ട് വേണ്ടേ? അപ്പോൾ പുരഞ്ജനന് വല്ലാത്ത സങ്കടം തോന്നി. അവസാനം അപ്പോഴും ഭാര്യയോടുള്ള സ്നേഹം കളഞ്ഞില്ല. മരിക്കാറാകുമ്പോൾ ഞാനില്ലെങ്കിൽ ഈ പുരഞ്ജനി എന്തു ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യണം. ആരെ ഓർത്തുകൊണ്ട് നമ്മൾ അവസാനകാലം മരിക്കുന്നുവോ അവരായിരിക്കും. അതുകൊണ്ട് ഭാഗവതകാരൻ നമുക്ക് അടിവരായിട്ട് പറഞ്ഞു തന്നിട്ട്
എന്താണ്? അന്തേ നാരായണ സ്മൃതി. അവസാനം നാരായണനെ സ്മരിക്കണം എന്നാണ് പറഞ്ഞേക്കണേ. അതിനെന്ത് വേണം? ഇപ്പോഴേ പ്രാക്ടീസ് വേണം അല്ലേ? പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നടക്കും. അപ്പം ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അണച്ചു നമ്മൾ ഫാനെ നേരിച്ചോളാം, കുറച്ച് നേരം കൂടെ അത് കറങ്ങും, എന്നിട്ടേ അത് ആവുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതം അവസാനിക്കാതെ ഇതുവരെ ഉരുവിട്ടുകൊണ്ടിരുന്നതാണ്. ഇനി ഉരുവിട്ടുകൊണ്ടുപോകാൻ പറ്റാത്തൊരു ഗതി വരുമ്പോഴും ഉള്ളിൽ ആ ജപം ഉരുവിടും. അപ്പം നമുക്ക് ഭഗവത് പദം പോകാം. ഭഗവത് പദം പോകാനാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. സമുദ്രത്തിലെ വെള്ളം സൂര്യകിരണങ്ങൾ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകും, അത് മേഘമാകും. മേഘം അങ്ങോട്ട് പർവ്വതത്തിൽ മഴ പെയ്യും. മഴ പെയ്തത് അവിടെ അരുവിയായിട്ട് പുറപ്പെട്ടത് കുറച്ചുകൂടെ പോകുമ്പോൾ ചിലയിടത്ത് തന്നെ മറഞ്ഞു പോകേണ്ടി വരും, ചിലയിടത്ത് ചാടി പോകേണ്ടി വരും, ചിലയിടത്ത് ഒളിഞ്ഞു പോകേണ്ടി വരും. അങ്ങനെയൊക്കെ പോയാൽ സമതലമായിട്ട് വീശി വരേണ്ടി വരും. ആ അരുവിയുടെ ലക്ഷ്യമാരാ? താൻ ജനിച്ച തനിക്ക് ജീവൻ തന്ന സമുദ്രം. ഇത് സമുദ്രത്തിലേക്ക് പോയിട്ട് നിൽക്കുള്ളൂ. നമ്മളോ അല്ലേ? ബ്രഹ്മദേവൻ സരീസൃപാണി മക്കുളാണി എന്നൊക്കെ പറഞ്ഞത്. കൊതുക്, ഈച്ച, ഇഴജന്തുക്കളൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചു വിട്ടു. അവസാനം പുരുഷം വിധായ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സന്തോഷിച്ചു അത്രേ. ഉദമാവൈത് ബ്രഹ്മാവലോകനിഷണം. ഇവന് ബ്രഹ്മത്തെ കാണാൻ സാധിക്കുമല്ലോ, എൻ്റെ സൃഷ്ടിയിൽ കേമൻ ഇവൻ തന്നെ എന്ന് വിചാരിച്ചു. എവിടെ കേമൻ? നമ്മൾ പുഴുവിനേക്കാളും മോശമായിട്ടുള്ള രീതിയിൽ ഇന്നലെ പന്നിയുടെ കഥ പറഞ്ഞില്ലേ, ഹരിതമുദ്രി അല്ലേ? ഇന്ദ്രൻ പന്നിയായപ്പോൾ ഈ സുഖത്തിൽ നിന്ന് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതുപോലെ നമുക്ക് ഈ സുഖമാണ് വലുതെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം അതിന് എന്ത് വേണം നമ്മൾ എന്ന് ചോദിക്കുമ്പോൾ പറയണം. ഇപ്പം ചക്കക്കാലല്ലേ, രാമകൃഷ്ണ പരമഹംസ പറയും, ചക്ക മുറിക്കുമ്പോൾ കയ്യിൽ വെളിച്ചെണ്ണ പറയണം അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ചിലപ്പോൾ നമ്മൾ വൃത്തിയിൽ കുട്ടികൾ ചോദിക്കുകയാണ്, മുറിച്ച് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് മുറിച്ചാൽ ആ മുളഞ്ഞൊക്കെ കൈ കിട്ടും. മുളഞ്ഞ കൈപ്പെട്ടി ഈ ചക്ക എന്ന് വേറിട്ട് എടുക്കുമ്പോഴാണ് മൂക്ക് ചൊറിയും, വേഗം മൂക്കിൽ തോന്നും, കുറച്ച് കഴിഞ്ഞപ്പോൾ പുറം തോന്നും. ഒരാൾക്ക് നല്ല താടിയിലായിരുന്നു, താടിയിലും തോന്നും. അവസാനം ഈ മുളഞ്ഞ ഇവിടുന്ന് പോകണമെങ്കിൽ എന്ത് ബ്രഹ്മപ്രയത്നം നടത്തണ്ടേ? ഇതുപോലെ നമ്മളുടെ കർമ്മം നമ്മളെ ഒന്ന് ഒട്ടിപ്പിടിക്കുക, പുണ്യമായിക്കോട്ടെ പാപമായിക്കോട്ടെ. അപ്പം അതിന് എന്താ ഒരു വഴി? വെളിച്ചെണ്ണ പറക്കാനാവുന്നത്. എന്ത് വെളിച്ചെണ്ണ? ഈശ്വരാരാധനയാകുന്ന വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കർമ്മബന്ധമുണ്ടാവില്ല. നല്ല ടെക്നിക്കല്ലേ ഇത്? നമ്മൾ ദിവസം കൂടെ പറയുന്നുണ്ടല്ലേ, കായേന വാച മനസ ഇന്ദ്രിയേണ എന്നൊക്കെ പറഞ്ഞാൽ പോരാ, പ്രവൃത്തിയിലും അത് നമ്മൾ കൊണ്ടുവന്നാൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. അല്ലെങ്കിൽ എന്താവുന്ന വെച്ചാൽ മനസ്സിനെ അന്വേഷിച്ച് പോയാൽ ബുദ്ധി കുഴപ്പമില്ല. ബുദ്ധിക്ക് വിചാരശക്തിയുടെ ബോധമുണ്ട്. കാരണം പറയും, ആത്മാവിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ ബുദ്ധിയാണ് പറയും. അതും കഴിഞ്ഞിട്ടല്ലേ മനസ്സുള്ളൂ. നമ്മളെ എൻ്റെ എനിക്ക് തോന്നുന്നു എന്നേ പറയുള്ളൂ, ഓർമ്മിച്ച് പറയുമോ? ഇല്ല. ബുദ്ധിയുടെ കാര്യം ഒന്ന് ആലോചിക്കട്ടെ എന്നെങ്കിലും പറയും. ഇപ്പോൾ ബുദ്ധിക്കാണ് പ്രാധാന്യം. തീ കായാൻ ഇടുമ്പണ്ട് വയസ്സന്മാർ, ഇന്നൊന്നും വേണ്ട കേട്ടോ, സ്വെറ്ററുണ്ട്, എന്താണ് ഒരു സ്വിച്ച് ഇട്ടാൽ മതി, ചൂടാവുന്നതൊക്കെ യന്ത്രമൊക്കെ. അപ്പോൾ അന്നത്തെ കാലത്ത് ചവറൊക്കെ പൊട്ടി തീയിടും. മെടുക്കന്മാർ ഫസ്റ്റ് ലൈനിലിരിക്കും, പിന്നെ കുറച്ച് പേര് പോകുമ്പോൾ രണ്ടാമത്തെ റൗണ്ടിലിരിക്കും, കുറച്ച് പേര് മൂന്നാമത്തെ റൗണ്ടിലിരിക്കും. ആർക്കാ ആദ്യം ചൂട് കിട്ടുക? ഫസ്റ്റ് ഇരിക്കുന്നവർക്കല്ലേ കിട്ടുക. അതുപോലെ ബുദ്ധിയാണ് ആത്മാവിൻ്റെ സമീപം. അപ്പം ആത്മാവിൻ്റെ ആ ഇത് ബുദ്ധിക്ക് എപ്പോഴും കിട്ടും. അതുകൊണ്ടാണ് ബുദ്ധി പ്രമാണം. മനസ്സ് ഇതിൽ നിന്ന് ഓവർഫ്ലോ ആയാലേ മനസ്സിലെത്താൻ പറ്റുള്ളൂ. മനസ്സ് സങ്കല്പ വികല്പാത്മകമാണ്. മനസ്സിനെ വിശ്വസിച്ച് പാടുമോ? ഈ ഇപ്പം വായിച്ചു നമ്മൾ ഋഷഭചരിതം അല്ലേ? ഋഷഭചരിതം വായിച്ചപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് തനിക്ക് വന്നതായ യോഗൈശ്വര്യങ്ങളെ ഒന്നും ആ ഋഷഭയോഗീശ്വരൻ സ്വീകരിക്കാത്തത് എന്ന് പറഞ്ഞാൽ മനസ്സ് ചതിക്കും കിട്ടുമെന്നാണ് പറഞ്ഞു. മനസ്സ് ചതിക്കും. ഏതുപോലെയാന്ന് പറഞ്ഞാലേ, എൻ്റെ ചെറിയച്ഛൻ വൈദ്യലിംഗ ശർമ്മ അദ്ദേഹം പറയും, മണ്ണുണ്ട് ഒരു കുതിരയുണ്ടാക്കി, കുതിരയെ തീച്ചൂളയിൽ വിട്ട് നല്ലോണം അങ്ങോട്ട് ചുട്ടു. ബെസ്റ്റ് കുതിര. അതിന് നല്ല പെയിൻ്റ് അടിച്ചു. പെയിൻ്റൊക്കെ അടിച്ച് ഉഗ്രനായി നിറഞ്ഞപ്പോൾ അതിൽ കയറി. എന്നിട്ട് പറയണ, മൺകുതിരയിൽ കയറി ആറ്റിൽ പതിച്ചാൽ പോലെ. മൺകുതിരയിൽ കയറിയിട്ടേ വെള്ളത്തിലൊരു ചാട്ടം. കുറച്ച് കഴിയുമ്പോൾ കളറും ഇല്ല, മണ്ണും ഇല്ല, ഒന്നുമില്ല. അതുപോലെയാണ് മനസ്സിനെ വിശ്വസിച്ച് നമ്മൾ എന്തെങ്കിലും പുറപ്പെട്ടാൽ ഗോഹയ, പിന്നെ നമ്മുടെ കാര്യം സുഖമില്ല എന്ന് പറയണം. അപ്പോൾ മനഃശുദ്ധി വരാൻ വേണ്ടിയിട്ട്
നാമസ്മരണത്തെ, ഈശ്വര ചിന്തയെ വെച്ചുകൊണ്ടിരിക്കുക. ആ ഈശ്വര ചിന്ത ഉണ്ടാകാനുള്ള ടെക്നിക്കാണ് ഇത്രയും നമുക്ക് പറഞ്ഞു തന്നത്. ഞാൻ കഥ മുഴുവനാക്കണമല്ലോ. പുരഞ്ജനിയെ ആലോചിച്ചുകൊണ്ട് മരിച്ചതായ ആ പുരഞ്ജനൻ പിന്നീട് ജനിച്ചത് ആരെ വിചാരിച്ച് മരിക്കുന്നുവോ അവരായിരിക്കും. വിദർഭ രാജ്യത്തിലെ രാജകുമാരിയായി ജനിച്ചു. പക്ഷേ ദൈവാധീനം കൊണ്ട്, മുൻജന്മ സുഹൃതം കൊണ്ട് നല്ല പാണ്ഡ്യരാജാവായ മലയധ്വജനെ കല്യാണം കഴിച്ചു. മലയധ്വജന് 7 മക്കളുണ്ടായി, ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. 7 പേർക്കും തൻ്റെ രാജ്യത്തെ 7ആയിട്ട് തിരിച്ചു കൊടുത്തു. മകളെ അഗസ്ത്യ മഹർഷിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അത്രയും ധൃതച്യുതൻ എന്ന പേരുണ്ടായി. ആ ധൃതച്യുതൻ്റെ പുത്രനായിട്ട് യുഗ്മവാഹനുണ്ട് എന്ന് പറയുന്ന ആ കഥ അവിടെ നിർത്തി. ഇവർ 2 പേരും അവസാന കാലം ഭഗവാൻ പദം പ്രാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മലയധ്വജൻ കാട്ടിലേക്ക് പോയപ്പോൾ കൂടെ പോയി നമ്മുടെ വിദർഭ രാജകുമാരിയും. അവരവിടെ ചെന്നു. കന്ദമൂലാദികളൊക്കെ കഴിച്ച ഈശ്വര സ്മരണയോടുകൂടി ഭഗവത്പാദം പോകാനുള്ള ശ്രമം. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മലയധ്വജൻ ശരീരത്തിൽ ചൂടില്ലാതായി മരിച്ചുപോയി. ഇതറിഞ്ഞ വിദർഭ രാജകുമാരി കുറെ കരഞ്ഞ് വിഷമിച്ച് അവർ ഏതായാലും വിവേകമുള്ളവളാണ്. അവിടുന്ന് കൊണ്ടുവന്ന വിറകൊക്കെ കൂട്ടി ചെതയൊരുക്കിയിട്ട് ഈ മലയധ്വജനെ അതിൽ കിടത്തി. അന്നൊക്കെ സതീ സമ്പ്രദായം നിലവിലുള്ള കാരണം. ഇനി താനെന്തിന് ജീവിക്കണം, ഭർത്താവിനോടൊപ്പം ഉടന്തടി ചാടാം എന്ന് വിചാരിച്ചുകൊണ്ട് വിദർഭ രാജകുമാരി അതിലേക്ക് ചാടാൻ പുറപ്പെട്ടപ്പോൾ ഒരാൾ വന്ന് പിന്നിൽ പിടിച്ചല്ലോ. അത് ആരാന്ന് നോക്കിയൊരു വൃദ്ധബ്രാഹ്മണൻ. ആ വൃദ്ധബ്രാഹ്മണനെ കണ്ടപ്പോൾ എനിക്കെന്നെ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ അവിജ്ഞാത സഖാവാണ്. ഞാനേ എന്നെക്കുറിച്ച് ആർക്കും അറിയില്ല, പ്രത്യക്ഷമായിട്ട് ആർക്കും കണ്ടിട്ടുമില്ല. അപ്പം അങ്ങയുടെ പേരെന്താ എന്ന് ചോദിക്കുകയാണ് വിദർഭ രാജകുമാരി. അപ്പം പറയാം, എനിക്ക് പേര് ഏത് നോക്കും, സഹസ്രനാമോ നന്ദനാമോ ഏത് നാമോ എനിക്ക് പറ്റും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ വിദർഭ രാജകുമാരിയുമല്ല, ഈ മരിച്ചു കിടക്കുന്നത് മലയധ്വജനുമല്ല, അതുപോലെ നീ പുരഞ്ജനിയുമല്ല, അവൻ പുരഞ്ജനനുമല്ല. ഇതെല്ലാം വെറും മായയാണ്. അത് മനസ്സിലാക്കുന്നതാണ് കാര്യം. നീ ഞാനും മാനസ സരോവരത്തിലെ ഹംസങ്ങളായിരുന്നു. നീ എന്നെ വിട്ട ജീവൻ എന്ന പേരിൽ തിരിച്ചു വന്നിട്ട് എല്ലാം നീയാണ് അനുഭവിക്കുന്നത് എന്ന് കർമ്മബന്ധത്തിൽപ്പെട്ട് പല ജന്മങ്ങളായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു നടക്കുക. നീ ഭഗവാനെ പ്രാപിച്ച് ഇനി ജന്മമില്ലാത്തൊരു സ്ഥിതിയെ പ്രാപിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശിച്ചു കൊടുത്തപ്പോഴാണ് കാര്യം മനസ്സിലായി. അപ്പോൾ പറയാണ്, ഏതായാലും എന്താണ് വൈദർഭിക്ക് ഒരു തത്വം പറഞ്ഞു. അതാണ് അതിലത്തെ പ്രധാന ശ്ലോകം. പരേ ബ്രഹ്മണിജാത്മാനം പരം ബ്രഹ്മ തഥാത്മനി വീക്ഷമാണോ വിഹേവേഷാം വിഹായേക്ഷാം ഈക്ഷം എന്നാണ് കേട്ടോ. വീക്ഷമാണോ വിഹായേക്ഷാം അസ്മാത് ഉപരരാമഃ. ഈ ജീവനിൽ നിന്ന് അങ്ങോട്ട് മാറി. എന്ത് സാധിച്ചു? ഇവിടെ കാണുന്ന ഓരോ ഡ്രോപ്സിലും ഓരോ തുള്ളിയിലും അല്ലേ, കാപ്പി കലക്കി കഴിയുമ്പോൾ പഞ്ചസാര വേറെ അന്വേഷിക്കാൻ പറ്റില്ല. എല്ലാം കൂടെ നിന്ന് പതപ്പിച്ചങ്ങോട്ട് കൊണ്ടുവന്ന് കുടിക്കുമ്പോൾ ബെസ്റ്റ് കാപ്പി എന്ന് നമ്മൾ പറയും. എവിടെ പഞ്ചസാര എടുത്തു തരാൻ പറ്റുമോ? കാപ്പി മാത്രമായിട്ട് എടുത്തു തരാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ ഈ ലോകം മുഴുവൻ പരബ്രഹ്മത്തിലാണ്. പരബ്രഹ്മമോ എല്ലാ ആത്മാവിലും വർത്തിക്കുകയാണ്. അതിനെ ഓരോ ഡ്രോപ്സിലും ഭഗവാനുണ്ട്, ഓരോ കണികകളിലും ആ ഭഗവാനുണ്ട്. എങ്ങിറങ്ങിയിരിക്കുന്ന പരമ്പൊരുള്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഉണ്ണിക്കണ്ണൻ തന്നെ വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. എന്ന് പറയുന്നത് കേൾക്കട്ടെ. എന്തെങ്കിലും ശരിക്ക് പറയുന്നോ തെറ്റി പറഞ്ഞാൽ 2 കൊട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് വന്നിരിക്കാനും മതി അല്ലേ? അപ്പോൾ എവിടെയാണ്, ഏത് തരത്തിലാണ് ഭഗവാന്റെ സാന്നിധ്യമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ ആത്മാനം തന്നെ ആദർശ ചക്ഷുഷ കണ്ണാടിയിൽ കാണുമ്പോൾ അത് വേറെ എന്നെ കരുതും. പുറമേയുള്ളവൻ കാണുമ്പോഴും അതെ അത് വേറെയാണെന്നാണ് കരുതുക. വാസ്തവത്തിൽ വേറെയാണോ? താൻ തന്നെയല്ലേ ആ കണ്ണാടിയിൽ പ്രതിബിംബിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ചരാചരങ്ങൾ മുഴുവൻ ആ ഒരേ ഒരു പരമ്പൊരുളിലാണ് നിൽക്കുന്നത്. അങ്ങനെ മാനസമായ ഹംസം ഹംസേന പ്രതിബോധിത. ഹംസനായ ആ വൃദ്ധ ബ്രാഹ്മണനാൽ പ്രതിബോധിപ്പിക്കപ്പെട്ടപ്പോൾ സ്വസ്ഥ സമാധാനം കിട്ടേണ്ടത് കിട്ടി. ഇവിടെ നാരദൻ പറയേണ്ട മാതിരി പറഞ്ഞു, പുരഞ്ജനനും കിട്ടി അല്ലേ?
കേട്ടത് കേട്ട മാതിരി കേട്ടാൽ അത് ഫലിക്കും. നാരദനാരാ? സകല കുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി എന്ന മഹാത്മ്യത്തിലെ ഭക്തിദേവത സുജലെ ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ. മായയെ ജയിക്കാൻ പ്രഹ്ലാദന് വഴികാട്ടിക്കൊടുത്തത് ഈ ദേവ ധ്രുവപതി മതിയാതോ. ധ്രുവപദത്തെ പ്രാപിച്ചു ധ്രുവൻ. അതിനാര കാരണം? ഈ നാരദനാണ്. സർപ്പ കുശലപാത്രം എന്നാ പറഞ്ഞത്. സാമർഥ്യമുള്ള ആ നാരദൻ. നാരദൻ തൊട്ടാൽ സക്സസ് ആവാതിരിക്കുമോ? നല്ലൊരു ഗുരുവാണേ. ആ ഗുരു എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവര് അതിൽ പാസ്സായിരിക്കും. അവിടെയാണ് ഫെയിലേ എന്നുള്ളത് ഇല്ല. അങ്ങനെയുള്ള ഗുരു. വ്യാസഭഗവാന് പോലും ഗുരുഭൂതൻ, വാൽമീകിക്ക് പോലും ഗുരുഭൂതൻ. 100 ശ്ലോകത്തിൽ ആദ്യത്തെ ബാലകാണ്ഡത്തിൽ സംക്ഷിപ്തമായിട്ട് രാമായണം പറഞ്ഞു കൊടുത്തു വാൽമീകി മഹർഷിക്ക്. ഇവിടെ സരസ്വത്യാ തടേശുചി, സരസ്വതി നദീ തീരത്ത് ആകെ ഇങ്ങടെ കയ്യും വെച്ച് ചിന്താകുലനായിരിക്കുന്ന വ്യാസഭഗവാനെ കണ്ടപ്പോൾ സഹിച്ചില്ല. അദ്ദേഹത്തിന് ഒരു ചെറിയൊരു അസൈൻമെൻറ്റ് തരാം, വിപുലീ ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് താൻ ബ്രഹ്മദേവനിൽ നിന്ന് പഠിച്ചതായ ഭാഗവതത്തെ പറഞ്ഞു കൊടുത്തു. ഇന്ന് അതുകൊണ്ട് നമുക്കൊക്കെ ഭാഗവതം പഠിക്കാൻ സാധിച്ചു. ഈ വേദമന്ത്രങ്ങൾ 2 ഉണ്ടല്ലേ, തരതി, ശോകം, ആത്മവിത് ഒന്നാണ്. ആത്മാവിനെ അറിഞ്ഞവന് ദുഃഖമില്ല. പിന്നെ ആർക്കാണ്? ബ്രഹ്മവിത്, ആപ്നോതി, ഷം. ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമാണ്, സന്തോഷമാണ്. വിദ്യയ അമൃതമാശ്രുതി, ഇത് വളരെ പ്രസിദ്ധമാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം. ജ്ഞാനം കൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കാം. നാണ്യപന്ഥാവിദ്യതേ അയനായ. വേറൊന്നും നമുക്ക് ആശ്രയിക്കാനുള്ളൊരു മാർഗമില്ല. സർവാശ്രയബുദ്ധനായ ആ ഭഗവാനെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് പറഞ്ഞു, അധ്യാത്മപാരോക്ഷ്യമിതം മയാധിഗതമദ്ഭുതം. നിനക്ക് ആധ്യാത്മികമായ കഥയെ പരോക്ഷമായിട്ട് പറഞ്ഞു. പരോക്ഷപ്രിയാഹി ദേവാഹ. പരോക്ഷമായി പറഞ്ഞാലാണ് ഭഗവാന് ഇഷ്ടം. അത് ഞാനിവിടെ പറഞ്ഞു തന്നു. ഏവം സ്ത്രീയാശ്രമ പുംസഹ എന്ന് പറഞ്ഞു. അവനിന് ഒരു സംശയമില്ല, എനിക്ക് കിട്ടേണ്ടത് കിട്ടി, നേടേണ്ടത് നേടി, അറിയേണ്ടത് നേടും എന്ന് പറഞ്ഞുകൊണ്ട് നാരദനൊരു നമസ്കാരം കൊടുത്ത് നമ്മുടെ പ്രാചീന ബർഹിസ് മോക്ഷപദത്തിലേക്ക് പോയി എന്നാണ്. അങ്ങനെ നാരദൻ്റെ കഥയോടുകൂടി ഈ പുരഞ്ജനോപാഖ്യാനം എനിക്കറിയുന്ന രീതിയിൽ കഥയായിരിക്കുകയും വേണം, തത്വം പോകാതിരിക്കുകയും വേണം, എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നമുക്ക് ഒരേ ഒരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നാരായണ ഭട്ടതിരി പറഞ്ഞതുപോലെ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധപദവീം അക്ലേശധസ്തൻവതി സദ്യസിദ്ധികരീരയത്യൈ വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാദ്രദാതരം വദാലയ. ഭഗവാനെ, ആ ഭക്തി എനിക്ക് ഉണ്ടാക്കി തരും. ആ ഭക്തി ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ഗോപികമാർ പറഞ്ഞതുപോലെ തവ കഥാമൃതം തപ്ത ജീവനം അല്ലേ? അങ്ങയുടെ കഥാമൃതം തപിച്ചിരിക്കുന്ന ജീവന് വളരെ നല്ലതാണല്ലേ? കേൾക്കാനും ശ്രവണം അത് കാതിൽ കേൾക്കാനും ശ്രവണമംഗളം ശ്രീമദാകണം. ഇത് ആർക്ക് കിട്ടുന്ന ചുബി ഗൃണന്തിയെ ഭൂരിദാന. പൂർവജന്മത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്ത് തപസ്സനുഷ്ഠിച്ച് ഭഗവത് ഭക്തി ചെയ്തവർക്ക് മാത്രമേ കിട്ടൂ. നമ്മളൊക്കെ സുഹൃതികളാണ്. അതുകൊണ്ടിവിടെ ഇന്നത്തെ 3-ാം ദിവസമായിട്ട് നമുക്ക് എല്ലാവർക്കും ഭഗവത് കഥ കേൾക്കാനും അതിലങ്ങടെ അനുഭൂതിയിൽ ലയിച്ചു ചേരാനും ഇങ്ങനെ ഒരു സത്രവേദി ഒരുങ്ങാനും ആ ഭഗവാന്റെ കൃപയാണ് കാരണം. എല്ലാവർക്കും ഭഗവത് കൃപ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ്റെ നാവിലായി നേടണം, നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിത്രകാശരൂപനെ വണങ്ങണം, പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു, ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത്രയും സമയം നമുക്ക് അതേ സകലമായി വ്യാഖ്യാനം അതിലൂടെ ചേർത്തുകൊണ്ട് പറഞ്ഞതെന്ന നമ്മുടെ ഇടയിലുള്ള ടീച്ചറെ ലക്ഷ്മീശമായ നാലാരെയും വർദ്ധിക്കുന്നു. കോട്ടൂരിൽ നിന്ന് പൂതിരിപ്പാലൻ്റെ കുടുംബത്തിലെ അംഗമായി അവതരിപ്പിച്ച് ഇന്ന് കാട്ടിലെ ഇതുവരെ ഇന്നത്തിലേക്ക് വിവാഹിതയായി വന്ന തിരുവമ്പാടി ഉണ്ണികൃഷ്ണനെ സ്വന്തം മകനെ പോലെ കരുതുന്ന ചൈതന്യം, ആ ചൈതന്യമാണ് പ്രാപ്തിയായിട്ടുള്ളതിന് ബഹുമാനിക്കും. എല്ലാവരും അവരെ ഇരിക്കുന്ന ഭാഗത്തിൽ നിന്നുകൊണ്ട് നമസ്കരിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. സർവത്ര ഗോവിന്ദ ജയലക്ഷ്മി ശർമ്മ എന്ന ആചാര്യ മന്ദിരത്തിന്റെ കാര്യങ്ങളിലൂടെ അയച്ച ശേഷം നമുക്ക് ഭക്ഷണത്തിലേക്ക് അറിയിക്കുന്നു. ആയിട്ട് ശേഷം പോകണമെന്ന് ശരണം. രാവിലത്തെ പ്രഭാഷണം പാരായണം ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇതപ്പോൾ 3 ലഭിക്കാൻ പോകുന്ന തിരക്കാണ്. അവിടെ അന്നശാലയിലെ